കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മുടെ നടുവിൽ എല്ലാ മേഖലയിലും വലിയ വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യുന്നത് കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെയും ദൈവം ഓരോ ദിവസവും ഇടയാക്കുന്നു. ഇന്നും കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പുകഴുവാനൊന്നുമില്ല. കർത്താവിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ല. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗങ്ങൾ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവപ്രവൃത്തി നമ്മളിൽ നടക്കുന്നു, തകർന്നു പോവുകയില്ല, ഭംഗം വരികയില്ല. റോമർ 5:5. നമുക്ക് പ്രത്യാശയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. പ്രത്യാശ നമുക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ പ്രത്യാശ എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. നിങ്ങളും ഞാനുമൊക്കെ ഇന്ന് നിൽക്കുന്നത് ആരുടെയും സപ്പോർട്ടല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആശ്രയം മനുഷ്യനല്ല, നമ്മുടെ ആശ്രയം ദൈവമാണ്. അപ്പോൾ ഈ ദൈവം എങ്ങനെയാണ് നമ്മളെ നിലനിർത്തുന്നത്? ഇപ്പോൾ ഒരു വിശ്വാസീനെ എങ്ങനെയാണ് കർത്താവ് നിലനിർത്തുന്നത്? നമുക്കറിയാം, ഈ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും വളരെ ഈസി അല്ലേ, ഇപ്പം ബ്രദറെ ഒരു വചനം കേട്ടല്ല, ഒരു വചനത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുറകെ ക്രിസ്തുവിൻ്റെ പുറകെ ഒരു വ്യക്തി ഇറങ്ങണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സാധാരണ വിശ്വാസം പോരാ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, കർത്താവ് ഒരു വ്യക്തിയെ വിളിക്കും അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ നിങ്ങളെ കർത്താവ് വിളിച്ച സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങൾ മാത്രം എന്തുകൊണ്ട് വരുന്നു? ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, അയൽവക്കത്തിൽ ആരും കാണത്തില്ല, സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ. ചിലപ്പോൾ നിങ്ങൾ പലതവണ നിങ്ങൾ അവരെ ക്ഷണിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രാർത്ഥനയിൽ കയറാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വചനം കേൾക്കുവാനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയാത്തത്? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. മനുഷ്യന് ചെയ്യുന്നതല്ലാതെ ദൈവം തരുന്ന ഒരു വിശ്വാസവും ഒരു പ്രത്യാശയുമുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം കേട്ട വചനത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയം നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ പ്രത്യാശ ഞാൻ ഇന്നലെ പറഞ്ഞു, യൂട്യൂബിൽ നമ്മൾ കേട്ടതാണ്, ക്രിസ്തുയേശു വീണ്ടും വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. വീണ്ടും വരും, കർത്താവ് നമ്മെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. എന്നാൽ ഈ പ്രത്യാശ നമുക്ക് നിത്യതയിലേക്കുള്ള കർത്താവിൻ്റെ വരവിലേക്കുള്ള ആ ഒരു പ്രത്യാശയെങ്കിൽ അനുദിനം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നമുക്ക് വിശ്വാസം, ഇവിടെ നിങ്ങൾ നോക്കി, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. മറ്റു സ്ഥലത്തൊരു വാക്യം പറയുന്നുണ്ട്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ആ വാക്യം ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവോ? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ എന്നൊരു വാക്യമുണ്ട്. അപ്പം ദൈവം നമുക്ക് സ്നേഹം തന്നിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കില്ല, യേശു ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സ്നേഹം തരുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിന് എന്താ പ്രത്യേകത? പലതരം വിശ്വാസമുണ്ട്. ഒന്ന്, നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു വിശ്വാസവും ഒരു വിശ്വസ്തതയും ഉണ്ടല്ലേ. ആ ഒരു ഓണർ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ ആ ഒരു ഓണറെ വിശ്വസിക്കുന്നു, ആ വ്യക്തി നിങ്ങൾക്ക് സാലറി തരുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ എല്ലാ ദിവസവും അവിടെ 9 മണിക്ക് ജോലിക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു, വൈകുന്നേരം നിങ്ങൾ 6 മണിക്ക് ജോലി കഴിഞ്ഞ് പോകുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം സ്നേഹത്തിലുള്ള വിശ്വാസമാണോ അതോ മറ്റേതെങ്കിലും വിശ്വാസമാണോ? പറ.
ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ? സ്നേഹത്തിലുള്ളതല്ല. സ്നേഹത്തിലുള്ളതല്ല. ആ വിശ്വാസം സ്നേഹത്തിലുള്ള വിശ്വാസമല്ല. പക്ഷേ അവിടെ ചില നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ഇന്ന് വരുമോ എന്ന് അവിടുത്തെ ഓണറോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഇന്ന് രാവിലെ 9 മണിയാകുമ്പോൾ ഇന്നയാൾ ജോലിക്ക് വരും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് സാലറി എല്ലാ മാസവും ഈ ഓണർ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളും പറയും ഉറപ്പായിട്ടും തരും. അതൊരിക്കലും നിങ്ങൾ ഓണറെ സ്നേഹിക്കുന്നത് കൊണ്ടോ ഓണർ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടോ അല്ല. അവിടെ ഒരു വിശ്വാസമുണ്ട്. ആ ഒരു സ്ഥാപനം നിങ്ങളെ പറ്റിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസം. അത് സ്നേഹത്തിലുള്ള വിശ്വാസമല്ല. കാര്യം നിങ്ങളല്ലെങ്കിൽ വേറെ ഓപ്ഷൻ അവരെടുക്കും. നിങ്ങളിപ്പോൾ ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമോ സ്നേഹമോ ഉണ്ടെങ്കിലും അവർ വേറെ ഓപ്ഷനിലേക്ക് പോകും. കാരണം അവിടെ സ്നേഹബന്ധമല്ല വലുത്, അവിടെ ബിസിനസ്സാണ്, അവരുടെ സ്ഥാപനമാണ് അവർക്ക് വലുത്. അവിടെ സ്നേഹബന്ധമല്ല, അവിടെ വ്യാപരിക്കുന്നൊരു വിശ്വസ്തതയാണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ളൊരു വിശ്വാസം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട, ഞാനതുകൊണ്ടാണ് റോമലേഖനത്തിൽ തന്നെ വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഗലാത്യ ലേഖനത്തിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിമാൻഡില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതൊന്ന് ബൈബിളിൽ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ മതി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, നമ്മൾ പാപിയായിരുന്നപ്പോൾ, നല്ലവനായിരുന്നപ്പോഴല്ല, ഗുണമുള്ളവനായിരുന്നപ്പോഴല്ല, നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നടന്നപ്പോഴല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കുകയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം നല്ലവരായിരുന്നപ്പോഴല്ല, നാം പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മോട് സ്നേഹത്തെ പ്രകടിപ്പിച്ചത് നമ്മൾ നല്ലവരായിരുന്നപ്പോഴല്ല, പാപിയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, ഞാൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് മാറി, പിശാചിൻ്റെ കൂട്ടുപിടിച്ച് ആ ലോകത്തിൽ, എഫേസ്യ ലേഖനം പറയുന്ന പോലെ, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടന്ന കാലഘട്ടത്തിൽ എൻ്റെ അനുവാദം കൂടാതെ ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരണപ്പെട്ടു. എൻ്റെ നീതിക്കും എൻ്റെ നിത്യജീവനും എൻ്റെ രക്ഷയ്ക്കും വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് ക്രൂശിൽ മരിച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ചെയ്തിട്ട് ബൈബിൾ പറയുകയാണ് സ്നേഹത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്ത് ചെയ്തു? എനിക്കിതൊന്ന് വിശ്വസിക്കണ്ടേ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും വിശ്വാസം ഇല്ലാത്ത ആളാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും എന്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മളെ അല്ലാതെ മറ്റാരെയും നമുക്കൊരു പരിധിക്കപ്പുറം എന്ത് ചെയ്യത്തില്ല, സംശയങ്ങളുള്ളവരാണ് നമ്മൾ. അപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിയെ സംശയിക്കണമെങ്കിൽ, എന്നെപ്പോലൊരു വ്യക്തിക്കകത്ത് ഈ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ആഴമായ ഈ സ്നേഹം എന്നെ ഒന്ന് അറിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഗലാത്യർ 5-ന്റെ 6-ാം വാക്യം ഞാൻ കാണിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ കുറേ ബൈബിൾ ഇതുകൊണ്ട്, ക്രിസ്തുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇവിടെ നോക്കിയ സ്നേഹത്താൽ. അപ്പോൾ പറയണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നശിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഞാൻ നല്ലവനായതുകൊണ്ടല്ല, ഞാൻ ഭയങ്കര വിശ്വാസവീരനായതുകൊണ്ടല്ല, എനിക്കൊത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ടല്ല, എനിക്കൊത്തിരി കുറവുകളുള്ളത് കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നശിച്ചു പോകത്തില്ല. അപ്പോൾ ഈ സ്നേഹത്തിലുണ്ടാകുന്ന വിശ്വാസം, ഇതിലാണ് നിങ്ങൾ വളരേണ്ടത്. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വരുമ്പം പല ആൾക്കാരും പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ കുറവുകളൊന്നും കർത്താവ് ഈ സമയത്ത് എന്ത് ചെയ്യരുത്, കണക്കിടരുത്. അപ്പം നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ആ സമയത്ത് ദൈവം ചിലപ്പം എന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ കുറവെങ്ങാനും ദൈവം പരിഗണിക്കുമോ എന്നൊരു ഭയം ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ?
അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു ബ്രദറെ. ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു ബ്രദറെ, ഇപ്പൊ ആ, ഇല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാത്തൊരു മനുഷ്യൻ്റെ സ്നേഹമുണ്ട്. ഈ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാൽ പിന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു മടി വരും, അല്ലേ? നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ ഇനി ഞാൻ സഹായിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മനുഷ്യനായതുകൊണ്ട് എൻ്റെ ഉള്ളിലൊരു ചിന്ത വരും, ഇവനെ സഹായിക്കണമോ, പണ്ട് എനിക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിയല്ലേ എന്നൊരു ചിന്ത വരും. അപ്പം ഇതേ ചിന്ത നമ്മളൊരു പ്രശ്നത്തിലാകുമ്പം നമ്മുടെ മനസ്സിൽ ഇത് പൊങ്ങി വരും. അപ്പം ഇത് പൊങ്ങി വരുമ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത ഉണ്ടാകും, എൻ്റെ കർത്താവേ, ഈ സമയത്ത് എൻ്റെ കുറവുകളൊന്നും നോക്കരുത് കർത്താവേ, എന്നെ സഹായിക്കണമേ. അപ്പം ഇതോടെ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളിങ്ങനെ പറയും തോറും നമ്മൾ നമ്മുടെ കുറവുകളെ വിശ്വസിക്കും. അപ്പം ഇതുള്ളത് കൊണ്ട് ദൈവത്തെ, അപ്പം നമ്മുടെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? ഈ കൺഫ്യൂഷൻ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. നമുക്ക് പൂർണ്ണമായും ദൈവം അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കാൻ കഴിയാതെ വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അകത്തേക്കൊരു ഭാരം കയറി, ഈ സമയത്ത് ദൈവം എന്നെ സഹായിക്കുമോ? ഉടനെ നമ്മൾ പറയും, ഇല്ല, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം. ഈ ഭയം വരാൻ കാരണം, ഭാരം വരാൻ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്താൽ ഉണ്ടാകുന്ന വിശ്വാസം തിരിച്ചറിയണം. അപ്പം എന്താണ് സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ കേട്ടു. പാപികളായിരിക്കുമ്പോൾ തന്നെ, നോക്കി, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ഈ വചനം നോക്കിയ, പാപിയായിരുന്നപ്പം ഒരു ഗുണവും ഇല്ലാതെ, ദൈവത്തിന് ഉപദ്രവമല്ലാതെ, തലവേദനയല്ലാതെ, പിശാചിനെപ്പോലെ തന്നെ ഞാനും അനുസരണക്കെട്ട് നടന്ന സമയത്ത് എനിക്ക് വേണ്ടി യേശു ക്രിസ്തു ഒരു മടിയും കൂടാതെ മരിക്കുവാൻ തയ്യാറായപ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അപ്പോൾ കർത്താവ് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ ക്രൂശിൽ വെളിപ്പെട്ടു. ഇനി അവിടെ നിങ്ങൾ എപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു വചനമാണ്. കാരണം ഉപദ്രവി ആയിരുന്നപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ തന്നെങ്കിൽ, ഇന്ന് ഞാൻ കർത്താവിന് ഉപദ്രവി അല്ല, ഇന്ന് ഞാൻ കർത്താവിനെതിരല്ല, ഇന്ന് ഞാൻ പിശാചിനെ ആരാധിക്കുന്നവനല്ല, പിശാചിൻ്റെ കൂടെ പോകുന്നവനല്ല, ഞാൻ യേശുവിനെ വിശ്വസിച്ച് കർത്താവിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടേണ്ടതാ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം പദവി മാറി. പാപിയായിരുന്നപ്പോൾ യേശു മരിക്കാൻ തയ്യാറെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം യേശുവിനെ അംഗീകരിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇനി മരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് അതിനേക്കാൾ, ഞാൻ പറയില്ല, മരണത്തെക്കാൾ വലുത് ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കും? നമുക്കൊരു 500 രൂപ വായ്പ തരുമായിരിക്കും, അല്ലേ? 7 സെൻറ്റോ 10 സെൻറ്റോ 1 ഏക്കറോ 2 ഏക്കറോ ആരെങ്കിലുമൊക്കെ ദാനം തന്നേക്കും. ഇതിപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ വലിയൊരു ഭയങ്കരമായ ധനാട്ടിനായൊരു മനുഷ്യൻ തീരുമാനിക്കുക, നിങ്ങൾക്ക് ഞാനൊരു 10 ഏക്കർ സ്ഥലവും മേടിച്ചു തരാം, ഒരു 5 നില വീടും പണിത് തരാം, 2 ബെൻസ് കാറും മേടിച്ചു തരാം, ഒരു കടമുറി ഇട്ട് തരാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യം, തരാൻ ഏറ്റ ആളോട് ചോദിക്കുക, ആ ജീവൻ തരാമോ എന്ന് ചോദിച്ചാൽ പുള്ളി എന്താ പറയും? ഓടിക്കും നമ്മളെ, അല്ലേ? ഇല്ല, ആരും തരത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും തരുമോ? ഇല്ല. നിങ്ങളുടെ ഹസ്ബൻഡോ മക്കളോ തരുമോ? ഇല്ല, ആരും തരത്തില്ല. അപ്പം ജീവൻ തരാം എന്ന് പറയുന്ന യേശു മാത്രമേ ഉള്ളൂ. ജീവൻ തരാമെന്ന് പറയാമെന്നല്ല, ജീവൻ തന്നു. എപ്പോഴാണ്? നമ്മൾ ഗുണമില്ലാതിരുന്ന സമയത്ത്, ശത്രുവായിരുന്ന സമയത്ത്, പാപിയായിരുന്ന സമയത്ത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയ സമയത്ത് എന്നെ സ്നേഹിക്കാൻ കർത്താവിന് ഞാനൊരു നല്ല മലയാളം പറയാണ്, ഒരറപ്പോ മടിയോ ഇല്ലായിരുന്നപ്പോൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരാണ്? അതാണ് നിങ്ങൾ എപ്പോഴും പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, പിശാചിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി നിങ്ങൾ നോക്കി, ഈ സ്നേഹത്തിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അപ്പോൾ ഈ കർത്താവിൽ എപ്പോഴും ഞാൻ പാപ നരകക്കുഴിയിൽ പോകേണ്ട സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് മരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എത്ര അധികം ചെയ്യും. ഇതിൽ പിടിച്ചു നിൽക്കണം. ഇതാണ് പ്രത്യാശ, ഇതാണ് വിശ്വാസം. ഇതൊരു കമ്പനി ജോലി ചെയ്യുന്നൊരു മാനേജർക്കോ സ്റ്റാഫിനോ കിട്ടത്തില്ല. അവിടെ നിങ്ങളല്ലെങ്കിൽ വേറൊരാള്. പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ടോ? ഉണ്ട്. പക്ഷെ ആ സ്നേഹത്തിലുള്ള വിശ്വാസമല്ല അവർ നിങ്ങളെ അംഗീകരിക്കുന്നത്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് പ്രതിയാണ് നിങ്ങളെ അംഗീകരിക്കുന്നത്.
നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവിടുത്തെ ആൾ പറയുക 9 ആകുമ്പോൾ എനിക്ക് ഉറപ്പാണ്, നല്ല സ്നേഹമുള്ള സ്റ്റാഫാണ് എൻ്റെ സ്റ്റാഫ്, 9 ആകുമ്പോൾ വരുമെന്ന് പറയത്തില്ല. സാലറിയോട് നല്ല ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് ഉറപ്പായിട്ട് 9 മണിക്ക് വരും. വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇതാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസവും അല്ലാതുള്ളതും തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഇത് നമുക്ക് ആരാ തരുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തരുന്നത് നമുക്കിത്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് പകരും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയാറുണ്ട്, പ്രതിഫലം ദൈവം തരുന്നതാണ്. ഈ സുവിശേഷ വേലയൊക്കെ ചെയ്യുവാൻ, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മനസ്സ്, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് ആദ്യം എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൈവത്തെ ബോധിപ്പിക്കുക. ഇനി ഞാനിപ്പോൾ നന്നായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചെന്നിരിക്കട്ടെ, പക്ഷേ ഒരു മനുഷ്യൻ എന്നോട് നല്ല കമൻറ്റ് പറഞ്ഞില്ല, കൊള്ളാം കേട്ടോ ബ്രദർ നന്നായി ചെയ്തു, അയാൾ നന്നായിട്ട് എല്ലാ കാര്യം ചെയ്തു പറയാൻ ആ ഒരു വാക്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് സന്തോഷമെന്ന് ഞാൻ വിശ്വസിച്ചു. കാര്യം കർത്താവിന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിക്കാൻ തയ്യാറെങ്കിൽ കർത്താവിന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യുവാൻ കഴിയുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ. ഇതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിട്ട് വരണം. ഒരു ബ്രദറിന് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, സുവിശേഷത്തിന് വേണ്ടി യേശുവിനെ ഒരാളെങ്കിലും അറിയിക്കണം. അതെന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. ഞാൻ നരകത്തിൽ പോകേണ്ട ആളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിവരുടെ നരകം കണ്ടിട്ടില്ലല്ലോ. നരകം കാണാൻ വേണ്ടി എളുപ്പമായി ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ സ്റ്റൗ ഉണ്ടെങ്കിൽ ആ സ്റ്റൗ ഓണാക്കുക, ആ വിരലെടുത്തുകൊണ്ട് ചൂടായിട്ട് നിൽക്കുന്ന സ്റ്റൗവിലോട്ടൊന്ന് കൈ വെക്കുക. നമ്മൾ നിന്ന് തുള്ളത്തില്ലേ? ധനവാനായ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവിടെ എന്ത് ചെയ്തുകൊണ്ട് വെന്ത് ഉരുകുക. ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റത്ത് അല്പം വെള്ളം ഒന്ന് തൊട്ട്, അബ്രഹാം പിതാവേ എൻ്റെ നാവിലേക്കൊന്ന് താ, കാര്യം എൻ്റെ ഉള്ളിൽ വേകുക. 6000 ഭൂതമുള്ള ലഗ്യോൻ എന്ന് പറഞ്ഞ 6000 കേട്ടോ. പിശാചുകൾ പറഞ്ഞ എന്താണെന്നറിയാവോ? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ണിപ്പിക്കരുത്. വലിയൊരു ദണ്ഡന ഞാൻ അനുഭവിക്കുക. അപ്പം നരകത്തിൽ കിട്ടേണ്ട ആ ഒരു വലിയ എന്താ പറയുക, നിങ്ങൾക്ക് ഒരിക്കലും അവിടുന്ന് മോചനമില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയാവോ? കാറ് മേടിക്കുന്നതോ വീട് മേടിക്കുന്നതെല്ലാം ബ്ലെസ്സിങ്ങാണ്. ഇതൊന്നും കർത്താവിന് വേണ്ടിയൊന്നുമല്ല. കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്നാണെന്നറിയാവോ? സുവിശേഷം, കർത്താവിനെ അറിയിക്കുക. അപ്പോൾ ഇത് സ്നേഹമുള്ളവർക്കേ പറ്റത്തുള്ളൂ, ദൈവസ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇനി ഇത് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോകാം. പരിചിതമായ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു ചോദ്യം, അബ്രഹാമിന് കൽദേറ പട്ടണമായ ഊരിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ തേരഹിനേക്കാൾ പരിചയം യഹോവയുണ്ടോ? പറ. അപ്പനേക്കാൾ വലിയ പരിചയം യഹോവയുണ്ടോ? ഇല്ല. അവിടുത്തെ കൂട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും ബന്ധുക്കാരെക്കാളും പരിചയം യഹോവേനെ ഉണ്ടോ? ഇല്ല. പക്ഷെ യഹോവയായ ദൈവം വന്നിട്ട് പറയുകയാണ്, നീ കൽദേറ പട്ടണമായ ഊരിൽ നിന്നും പറയുവാണ്, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കത്തില്ലേ, ഇത്രയും നാളും വളർത്തിയ അപ്പനെയും കുടുംബത്തെയും വിട്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാ കർത്താവ് എന്നെന്തുകൊണ്ട് അബ്രഹാം പറഞ്ഞില്ല? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അബ്രഹാം അത് പറഞ്ഞില്ല? എന്തുകൊണ്ട് സാറ അത് പറഞ്ഞില്ല? അതിൻ്റെ കാരണം, ഇവരെ വിളിക്കുമ്പോൾ തന്നെ ഇവർക്ക് വിശ്വാസം ഉണ്ടാകണം. ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്തേ. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ബുദ്ധിമുട്ടാണ്. നേരെ പോയിട്ട് വല്ല ഉത്തർപ്രദേശിലോ വല്ല നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും പട്ടണത്തിലേക്കോ ഇനി തിരിച്ച് മക്കളെയോ പിള്ളേരെയോ അച്ഛനെയോ അമ്മയോ ഒന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ വണ്ടി കയറിക്കോ, തിരുവനന്തപുരത്തുനിന്നോ കോട്ടത്തുനിന്നോ കൊല്ലത്തുനിന്നോ നേരെ ഉത്തർപ്രദേശിലോട്ട് പോക്കോ, അല്ലെ ജമ്മു കാശ്മീരിലോട്ട് പോക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ച് വരണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ഇല്ല. അതുപോലെയാണ് അബ്രഹാമോട് ഉത്തർപ്രദേശിലോട്ട് പോകാനല്ല പറഞ്ഞത്. താൻ ഇനി ഇബ്രാഹിം താൻ എങ്ങോട്ട് പോകുമെന്ന് താൻ അറിയുന്നില്ല. ഇനി തൻ്റെ പിതാവിനെ മടങ്ങി വന്ന് കാണാൻ പറ്റുമോ അതെനിക്ക് അറിയത്തില്ല. തൻ്റെ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ബന്ധുക്കാരെ കാണാൻ പറ്റുമോ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ അബ്രഹാം ഇറങ്ങി.
ശ്രദ്ധിച്ച്, അബ്രഹാം ഇറങ്ങി. എങ്ങനെ ഇറങ്ങാൻ പറ്റി അബ്രഹാമിന് ദൈവം വിശ്വാസം കൊടുത്തു. എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നത്? സ്നേഹത്താൽ ഉണ്ടാകുന്ന വിശ്വാസം. അബ്രഹാം സ്റ്റാഫും യഹോവ മുതലാളിയുമല്ല. ഇവിടെ വ്യാപരിച്ചത് ആ വിശ്വാസമല്ല, പകരം ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുവാനുള്ളൊരു സ്നേഹം, ഒരു വിശ്വാസം. ഇത് എവിടുന്ന് വന്നെന്നറിയാവോ? ഇത് വന്ന സ്രോതസ് ഇതാണ്, പരിശുദ്ധ ആത്മാവിൽ. നമ്മൾ വചനം നോക്കിയ റോമാലേഖനത്തിൽ നമ്മളെ വാക്യം വായിച്ചില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ ആത്മാവ്. ദൈവത്തിൻ്റെ സ്നേഹം എന്തിനാ നമുക്ക് ദൈവം തരുന്നത്? പരിശുദ്ധാത്മാവിനാൽ. ഗലാത്യർ 5 പറയുന്നു, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി. അപ്പം സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റോമാലേഖനത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്നേഹത്തിലുണ്ടാകുന്ന വിശ്വാസം ഉണ്ടാവും. അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ പറ്റി അറിയാവോ? ഞാനിപ്പം നിൽക്കുന്ന ഈ രാജ്യത്തുനിന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ബൈബിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് തർജ്ജമ ചെയ്ത ഒരു ദൈവദാസനെ, അവിടുത്തെ ഇംഗ്ലണ്ടിലെ രാജ്ഞി, അന്നത്തെ കാലത്തെ രാജ്ഞി എന്ത് ചെയ്തെന്നറിയാവോ? ഈ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ഒറ്റ കാരണത്താൽ അത് മാറ്റണമെന്ന് വാണിംഗ് കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിതരണം ചെയ്തു. അരാമിക് ഭാഷയിൽ നിന്ന് എബ്രായർ ഭാഷയിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൽ മൊത്തം അത് വിതരണം ചെയ്തു. ഇത് വിതരണം ചെയ്തിട്ട് പിന്നെയും വാണിംഗ് കൊടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയ്തു. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നറിയാവോ? എല്ലാ മനുഷ്യരും കാണുക അദ്ദേഹത്തിൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ജീവനോടെ കത്തിച്ചു കളഞ്ഞു. ജീവനുള്ള മനുഷ്യനെ ആൾക്കാരെല്ലാം കാണുക ബൈബിള് കൊടുത്തു എന്നൊറ്റ കാരണത്താൽ. ഇദ്ദേഹത്തിന് വേണേ ചിന്തിക്കാൻ മേലെ, കത്തിക്കാൻ വേണ്ടി പെട്രോളോ എന്തുമായിക്കോട്ടെ, മണ്ണെണ്ണയോ എന്തേലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനെ അയ്യോ വേണ്ട, ഞാൻ അറിയാതെ പറ്റിപ്പോതെ, എന്നോടൊന്ന് ക്ഷമിക്കണം, വേണേ ഒരു കള്ളത്തരം പറഞ്ഞാൽ പോലും ഇനി ഞാൻ മേലെ ചെയ്യത്തില്ല. അദ്ദേഹത്തിന് വേണേൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി മിനിസ്ട്രി ചെയ്യാമല്ലോ, ഇന്ത്യയിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് നോ പറയാത്തെന്നറിയാവോ? ഇവിടെ ലോക്കായിപ്പോയി. സ്നേഹത്താലുള്ള വിശ്വാസത്തിൽ യേശുവിനോടുള്ള ഭയങ്കര ഒരു സ്നേഹം, കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്നൊരു ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഹയർ ലെവലുകളാണ്. ദൈവമായിട്ടുള്ള ബന്ധം കൂടുമ്പം നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്നൊരു മനോഭാവത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകുന്നല്ല, ഈ സ്നേഹത്തിൻ്റെ യേശുവിൻ്റെ മനോഭാവം നമ്മളിൽ വരും. അപ്പോൾ ഈ സ്നേഹമാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുറവ് അന്വേഷിച്ച് പോകരുത്. നിങ്ങൾ ശരിയാണ്, ചിലപ്പോൾ നമുക്ക് ബലഹീനത ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും പാപ സ്വഭാവത്തെ അല്ല പറയുന്നത്. പാപ സ്വഭാവം ഉള്ളപ്പോൾ അത് സാരമില്ല, ബ്രദർ പറഞ്ഞല്ലോ, ഇനി പാപം ചെയ്താലും വിഷയമൊന്നുമില്ല, കർത്താവിൻ്റെ സ്നേഹം, അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പാപ സ്വഭാവം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് ഇരുന്ന് രക്ഷപ്പെടണം, ദൈവം സഹായിക്കുമെന്നേ. എനിക്ക് ഇച്ചിരി വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട് കർത്താവ്, എന്നെ സേൽപ്പിക്കണം, ഇനി വലിയ വീക്ക്നെസ്സാണ്, എന്നെ സഹായിക്കണം കർത്താവ്. മടി കൂടാതെ ദൈവത്തോട് പറ, ദൈവം നിങ്ങളെ സഹായിക്കും. അല്ലാതെ ദൈവം നിങ്ങളെ കൊല്ലാൻ വരത്തൊന്നുമില്ല, ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കുറവ് അന്വേഷിക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലുണ്ടാകുന്നൊരു വിശ്വാസമുണ്ട്. ഞാനൊക്കെ പണ്ട് ഓർക്കുന്നുണ്ട്, വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം വന്ന ഉടനെ ഞാൻ കേട്ട് പഠിച്ചിരിക്കുന്നത്, എൻ്റെ കുറവുകളൊന്നും അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ, എൻ്റെ കുറവുകളൊന്നും എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചിന്തയിൽ നമ്മൾ വലിയ ആളാണ്, നല്ലത്. നമ്മൾ പാപിയായിരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെക്കൊണ്ട് ഒരു ഗുണവും ഇല്ലായിരുന്നപ്പം, ദൈവത്തിന് ശത്രുവായിരുന്ന സമയത്ത് ക്രിസ്തു എനിക്ക് വേണ്ടി റെഡിയാണ് മരിക്കാൻ. കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു, ക്രൂരമായി മരണപ്പെട്ടപ്പോൾ ഗുണമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തെങ്കിൽ, ഇന്ന് ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യേശു എൻ്റെ കർത്താവെന്ന് അറിഞ്ഞ് പിശാചിനോട് ഗുഡ് ബൈയും പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് എന്നെ എത്ര അധികം കർത്താവ് അനുഗ്രഹിക്കാതിരിക്കും, എന്നെ വിടുവിക്കാതിരിക്കും, എന്നെ രക്ഷിക്കാതിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഈ തിരിച്ചറിവിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ തിരിച്ചറിവിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കണം. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണോ, അതോ ഇനി ഏതെങ്കിലും ബ്രദർമാർ എൻ്റെ തലയ്ക്ക് വെച്ച് ഇനി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ ഇനി ഞാൻ രക്ഷപ്പെടാത്തത്
എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ എളുപ്പവഴി പറഞ്ഞു തരാം, കേട്ടോണം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയാണ്, അബ്രഹാമേ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട്. അപ്പം നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ഇത് നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യത്തില്ല, തൻ്റെ അപ്പനെയും അമ്മേനെയും ഒക്കെ വിട്ട്, ആ കുടുംബ വീടൊന്നും വിട്ട് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട്, ഈ കാലഘട്ടത്തിലല്ല, ഒരു ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, എഴുത്തയക്കാൻ പോലും ഉള്ള ഫെസിലിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതെല്ലാം വിട്ട് ഇറങ്ങണമെങ്കിൽ വിശ്വാസം വേണം. ഈ ദൈവം എന്നെ നോക്കും എന്നൊരു വിശ്വാസം വേണം. ഈ വിശ്വാസം എന്ത് വിശ്വാസം കൂടെ ആയിരിക്കണം? ഈ വിശ്വാസം സ്നേഹബന്ധത്തിലുള്ള വിശ്വാസമായിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സാലറി കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അല്ല ബ്രദർ, എനിക്ക് സ്ഥാപനത്തോട് ഭയങ്കര സ്നേഹമാണ്, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കൂടുതൽ സാലറി കിട്ടുമ്പോൾ നമ്മൾ അടുത്ത സ്ഥാപനത്തിലേക്ക് പോകാൻ നിൽക്കുന്നത്? നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നമ്മുടെ വിഷയം സ്നേഹമല്ല, പകരം സ്നേഹമുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ നമ്മൾ സ്നേഹിക്കണം, പക്ഷെ നമ്മുടെ മാനദണ്ഡം സ്നേഹമല്ല. പകരം അവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ മാനദണ്ഡം വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത എന്തിൻ്റെ വിശ്വസ്തതയാണ്? സ്നേഹബന്ധത്തിലുള്ള വിശ്വസ്തതയല്ല, പകരം ആ സ്ഥാപനവുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ നിങ്ങൾ നോക്കി, അബ്രഹാം വിട്ടേച്ച് ദൈവത്തിൻ്റെ പുറകെ പോയി. എബ്രായ ലേഖനത്തിലേക്ക് പറഞ്ഞ് താൻ എങ്ങോട്ട് പോകുന്നു താൻ അറിഞ്ഞിരുന്നില്ല. അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. അപ്പം ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പകരപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? ഒരു വ്യക്തിയെ കൂടുതൽ അറിയും തോറും, നിങ്ങൾക്കിപ്പം എന്നെ അറിയത്തില്ല, വല്ലപ്പോഴും നിങ്ങൾ എന്നെ 1-2 തവണ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ സ്വഭാവം ശരിക്കും നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതുകൊണ്ട് എപ്പോഴും ചിരിക്കുന്ന ആളെ, ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ ദേഷ്യക്കാരനാണോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ, പെട്ടെന്ന് കോപിക്കുന്ന ആളാണോ, അതോ സൗമ്യനാണോ, നിങ്ങൾക്ക് ഞാൻ ഒറ്റത്തവണ കണ്ടുകൊണ്ട് അറിയാം. ഞാനോടുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഒന്ന് കൂടുതൽ അടുത്തറിയണം. അതിന് നമ്മളെ സഹായിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളെ സഹായിക്കുന്നത്? ക്രിസ്തുവിനെ കൂടുതൽ നമ്മളിലേക്ക് തുറന്നു തരും, ബൈബിളിലൂടെ, വചനത്തിലൂടെ. അതാണ് കൂടുതൽ ക്രിസ്തുവിന്. അപ്പോൾ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ, റോമർ 5 പറഞ്ഞിരിക്കുന്നത് പോലെ, പാപിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചു. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞുകൊണ്ട്, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? നമുക്ക് ആ റോമാ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് താഴേക്ക് വരുമ്പോൾ ഒത്തിരി വാക്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ്. നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നല്ലേ? നോക്കി, വന്നുവെങ്കിൽ നിരന്ന ശേഷം നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ജീവനിൽ എത്ര അധികം നമ്മൾ രക്ഷിക്കപ്പെടും. നോക്കി, അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ സന്നിധി ഞാൻ പ്രശംസിക്കുന്നു. ഇനി നോക്കി, താഴേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് വചനം വായിച്ചു നോക്കി. അതുകൊണ്ട് ഏകൻ്റെ മനുഷ്യനാൽ പാപവും മരണത്താൽ ലോകത്തിൽ കടന്നുവെങ്കിൽ, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് മരണം സകലരും പകർന്നുവെങ്കിൽ, അടുത്ത വാക്യത്തിൽ പറയുന്നു, റോമാലേഖനം 8 ഫലം, ഏകൻ്റെ പാപം ചെയ്തതിന് ഫലമായി ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെ ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നുവെങ്കിൽ, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിച്ച് നീതീകരണത്തിലേക്ക് ഏകുവായി തീർന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നേക്കുന്നതിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുറവ് നോക്കരുത്. നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു എന്തു ചെയ്തിരിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങളെന്ന വ്യക്തി അവിടെ വിഷയമല്ല, നിങ്ങളെന്ന വ്യക്തി അവിടെ ഫോക്കസ്ഡ് അല്ല, പകരം ക്രിസ്തുവിലാണ്. അപ്പോൾ ഈ സ്നേഹം എനിക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നേഹത്തിലല്ല, മനുഷ്യൻ്റെ സ്നേഹത്തിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറയും, ഒരു മനുഷ്യൻ കള്ള് കുടിച്ച് ലെക്ക് കെട്ട് കവലേ കിടക്കുക. സാധാരണ മനുഷ്യൻ എന്നാ പറയും? ഇവന് കുടുംബമില്ലേ, ഇവന് പിള്ളേരില്ലേ, ഇങ്ങനെ കുടിച്ചു കൂത്താടി ഇവൻ എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങ് ജീവിക്കുക, ഇവനൊന്നും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നമ്മളിവിടെ നിന്നുകൊണ്ട് പ്രാകും. ഇതാണ് മനുഷ്യൻ്റെ സ്നേഹം. അവൻ്റെ സ്നേഹമുള്ളത് കുടിയനോടല്ല, പകരം അവൻ്റെ നശിച്ചു പോകുന്ന തലമുറയോടും അവൻ്റെ ഭാര്യയോടും അവൻ്റെ കുടുംബത്തോടുമുള്ള ഒരു സഹതാപത്തിൽ നമ്മൾ പറയും, ഇവൻ നശിക്കണം. കണ്ടോ? പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമകത്തുള്ളവൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, ആ കള്ള് കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ, കർത്താവേ ഇവൻ രക്ഷപ്പെടണം, ഇവനും കൂടെ വേണ്ടിയാണല്ലോ യേശു ക്രൂശിൽ മരിച്ചത്. ഇതാണ് സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം.
മറ്റുള്ളവനോട് നിങ്ങൾക്ക് എന്ത് തോന്നും? സ്നേഹം തോന്നും. മറ്റുള്ളവൻ്റെ വേദനയിൽ നിങ്ങൾക്ക് സങ്കടം തോന്നും. ഇതാണ് യേശുവിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാരിൽ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വിശ്വാസത്തിൽ, അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള വ്യക്തി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലോ ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിലോ സംശയത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടണം. ഇല്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ തരാൻ മടിയില്ലെങ്കിൽ എൻ്റെ കർത്താവ് ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല പ്രശ്നത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, പെട്ടെന്നൊരു ചിന്ത വന്നേക്കാം, ചിലപ്പം ദൈവം നിങ്ങളെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ നീ ദൈവത്തെ വിട്ടു പോകുക. പല ചോദ്യങ്ങൾ എങ്ങനെയുണ്ട്. എനിക്ക് ചിലതങ്ങനെ ചോദിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്ന പ്രസംഗങ്ങളുണ്ട്. നിൻ്റെ ഈ പ്രശ്നം മാറിയില്ലെങ്കിലും നീ ദൈവത്തെ വിട്ടു പോകുമോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ യേശു തയ്യാറെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും എൻ്റെ യേശു എന്നെ രക്ഷിക്കുമെന്ന് പറയണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. ഒന്നാലോചിച്ച് നോക്കി, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും വിഷയം ചുമ്മാ ചിന്തിച്ച്, രോഗമോ ഭാരമോ കുടുംബ വിഷയമോ പ്രതിസന്ധിയോ മാനസികമായിട്ടുള്ള തലമുറകളുടെ വിഷയമോ, ഇതിനു വേണ്ടി ഇത്രയും വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് പരിഹരിക്കാൻ യേശുവിന് ജീവൻ കൊടുക്കണോ? ഇപ്പം ഒന്ന് പറഞ്ഞ്, ഇത് പരിഹരിക്കാൻ യേശു ക്രിസ്തുവിന് ജീവൻ കൊടുക്കണോ? വേണ്ട കൊടുത്തു കഴിഞ്ഞു. മുന്നമേ കൊടുത്തു കഴിഞ്ഞു. എന്ത് ചെയ്തു? നമുക്ക് ജീവനെ കൊടുത്ത്, അതായത് അത്രയും വലിയ വിഷയം ഇപ്പം നമുക്കില്ല. അതായത് യേശു ഇനി ഇറങ്ങി വന്ന് ജീവൻ കൊടുക്കേണ്ട വിഷയം നിങ്ങൾക്കില്ല എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും ഓർത്തോണം, ഈ വിഷയം കർത്താവ് പരിഹരിക്കുമോ എന്നൊരു സംശയം ഇനി വേണ്ട. കാര്യം ജീവൻ കൊടുത്ത് എന്തിനു വേണ്ടി? എൻ്റെ നിത്യനാശം, നിത്യനരകം, നിത്യരക്ഷ എനിക്ക് ലഭിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തുവെങ്കിൽ, അത്രയും വലിയ വില യേശു കൊടുത്തെങ്കിൽ ഇനിയുള്ള വിഷയത്തിന് യേശു ക്രിസ്തുവിന് നിസ്സാരമായിട്ടത് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വലിയ വിഷയം പരിഹരിച്ച ആൾക്ക്, വലിയ വിഷയം ഇപ്പോൾ ഉദാഹരണം പറയാം, 25 കിലോ 20 കിലോയുടെ അരിച്ചാക്ക് പൊക്കാൻ പറ്റുന്ന ആൾക്ക് 50 ഗ്രാമിൻ്റെ മുളക് പൊടി എടുക്കാനാണോ പാട്? പറ, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം കേട്ടോ. 10 കിലോയുടെ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് ഈസി ആയിട്ട് വീട്ടിലോട്ട് നടന്നു വരാൻ പറ്റുന്ന ആളോട് പറയുക, ഇത് 50 ഗ്രാമിൻ്റെ ആ മുളക് പൊടിയുടെ പാക്കറ്റ് കൊടുക്കും. അയ്യോ എനിക്ക് ഭയങ്കര പാടാണ്, അത് എന്നെ കട്ട് ചെയ്യാമെന്നറിയാവോ? നിങ്ങൾ പറ, ബുദ്ധിമുട്ടാണോ അല്ലയോ? ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആണോ അല്ലയോ? അല്ല. പക്ഷെ ഇപ്പം നമ്മൾ കുടുങ്ങി നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന് 10 കിലോ വലിയ കാര്യം ചെയ്യാൻ പറ്റും, പക്ഷേ ഈ കുഞ്ഞു കാര്യത്തിൽ എനിക്കറിയത്തില്ല കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമോ. ബ്രദറെ, എൻ്റെ അവിശ്വാസം കൊണ്ട് കർത്താവ് അത് ചെയ്യാതിരിക്കുമോ? എൻ്റെ കുറവ് കൊണ്ട് ദൈവം ചെയ്യാതിരിക്കുമോ? എൻ്റെ ബലഹീനത കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് ഇതൊന്നും നോക്കിയില്ലെങ്കിൽ, നിത്യനരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ യേശു ബൈബിൾ പറഞ്ഞു, ഞാൻ പാപിയായിരുന്നപ്പോൾ യേശു റെഡി ആയെങ്കിൽ, നിത്യനാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കർത്താവ് റെഡിയാണെങ്കിൽ, ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി എത്ര അധികം പ്രവർത്തിക്കും. ഇവിടെയാണ് നിങ്ങൾ വിശ്വാസത്തിൽ വളരേണ്ടത്. ഇത് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, ദൈവം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യും. നിങ്ങളുടെ സ്വോത്രകാഴ്ച കിട്ടാൻ വേണ്ടി അല്ല ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. നിങ്ങളുടെ സ്വോത്രകാഴ്ച പിടിച്ചു മേടിക്കാൻ നിൽക്കുന്ന ആളല്ല കർത്താവ്. ദൈവം ഒന്നും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, ദൈവം നിങ്ങളിൽ നിന്ന് ഒന്നും പക്ഷേ നമ്മൾ പലതും പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, അതാ അങ്ങനെയുള്ള പഠിപ്പികൾ തെറ്റാണ്. ദൈവം നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ യേശു പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വാക്യമാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. കണ്ടോ, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനാണ്. ഇനി ആ ഫലം നിലനിൽക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഒന്നുമല്ല, പക്ഷെ പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നറിയാവോ? യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമെന്ന് പൗലോസ് പറയാൻ കാരണം, അത് ദൈവത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്.
അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്തോണം? കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. ആമേൻ. അപ്പോൾ ഈ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലാണ് ബലപ്പെടേണ്ടത്. ചിലപ്പോൾ ചിന്തിക്കത്തില്ലേ, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം കർത്താവേ. ഉടനെ നിങ്ങൾ ചിന്തിച്ചോണം, ഉടനെ ഒറ്റ നിമിഷം കണ്ണടച്ചിട്ട് ഞാൻ നരകത്തിൽ പോകേണ്ട എന്നെ ക്രിസ്തുയേശു മരണത്താൽ എന്നെ രക്ഷിച്ചുവെങ്കിൽ അവിടെ എൻ്റെ പ്രാർത്ഥനയുടെ കുറവോ കൂടുതലോ അല്ല. അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും വകുപ്പില്ല. നരകത്തിൽ പോകേണ്ട ഞാൻ എന്നാ പ്രാർത്ഥിക്കാനാ? എനിക്ക് രക്ഷയില്ല. അവിടെ ബൈബിളിലൊരു വാക്യമുണ്ട്, ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്, അവന് രക്ഷയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് അവന് രക്ഷയില്ല. അപ്പം രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് രക്ഷപ്പെടുമെന്നൊരു വാഗ്ദത്തം കൊടുത്ത ആളാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമേ, അങ്ങയുടെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ, അങ്ങയുടെ വലിയ പ്രവൃത്തിയെ കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ചെയ്യണമേ. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞോണം, എൻ്റെ ഗുണം അവൻ നോക്കുന്നില്ല, എൻ്റെ എല്ലാ ജീവിത സാഹചര്യത്തെക്കാളും കർത്താവെ അങ്ങ് വലിയവനായ ദൈവമാണപ്പാ. അങ്ങ് വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും, വലിയ പ്രവൃത്തികളെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യും. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നപ്പാ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ആരാധന കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് പറയണം, ഇന്ന് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസം ഡിമാൻഡുള്ള വിശ്വാസമല്ല, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയുന്ന വിശ്വാസമല്ല, പകരം സ്നേഹത്തിലുള്ള. എന്താണ് സ്നേഹം? എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്ന സ്നേഹം. അതിൽ നിന്ന് എന്താണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഗുണം നോക്കിയിട്ടല്ല മരിച്ചത്, പകരം ഒരു ഗുണവുമില്ലാത്ത എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെങ്കിൽ ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. പിതാവേ, അങ്ങയുടെ സുവിശേഷം അറിയിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സുവിശേഷം എപ്പോഴും പറഞ്ഞില്ല, ഈ സുവിശേഷം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഈ വിശ്വാസത്തിൽ ബലപ്പെടണം. ഒന്ന് കർത്താവിനോട് പറയും, എനിക്ക് വേണ്ടി മാത്രമല്ല. ബൈബിളൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം, ഇന്ന് നിങ്ങൾക്ക് ഭാരപ്പെടുന്ന ആൾക്കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മാത്രമേ പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ ഉള്ളെങ്കിൽ, നിങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, നിങ്ങൾ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളെങ്കിൽ ഒരു കാര്യം പറയും. ബൈബിളൊരു വാക്യമുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം നീയും എന്ന് പറഞ്ഞാൽ ഒരാളെ ദൈവം കുടുംബത്തിൽ കാണും, അയാളായിരിക്കും മെയിൻ കാതലായിട്ടുള്ള യേശുവിലേക്കുള്ള വാതിൽ. ആ ആൾ നിങ്ങളാണ്. നിങ്ങളിലൂടെ കർത്താവ് കുടുംബത്തെ രക്ഷിക്കുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു. അയ്യോ ബ്രദറെ, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ പറയേണ്ടത്, എന്നെ കണ്ട ദൈവം എൻ്റെ കുടുംബത്തെയും കണ്ടിട്ടുണ്ട്. അയ്യോ ബ്രദറെ, എൻ്റെ തലമുറയൊന്നും വരാൻ ഒരു സാധ്യതയില്ല, എൻ്റെ ഹസ്ബൻഡ് വിശ്വാസി വരാൻ ഒരു സാധ്യതയില്ല, എങ്ങനെ ഇവരെ കൊണ്ടുവരുന്നത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഭാരപ്പെടണം. നിങ്ങളെങ്ങനെയാണ് വന്നത്? നിങ്ങൾ വരാൻ വല്ലോ സാധ്യത ഉണ്ടായിരുന്നോ? നിങ്ങൾ ഈ സുവിശേഷം പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു? ഇല്ല. നിങ്ങളെ കൊണ്ടുവന്നില്ലേ, അവരെയും കൊണ്ടുവരും. നിങ്ങളെ നന്നാക്കിയില്ലേ, നിങ്ങളെ കർത്താവ് അവരെ നന്നാക്കും. ദൈവത്തിന് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. നമ്മൾ ഭയങ്കര വിഷയമാണ്. ദൈവത്തിലിരിക്കുന്നവൻ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പം ഇത് ദൈവത്തിന് വലിയതാണോ എന്ന് എപ്പോഴും ഞാൻ നിങ്ങളെ ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്നിട്ട് കർത്താവ്, ഈ വിഷയം കർത്താവിന് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് ബലം ഉണ്ടാവും. കർത്താവിന് കഴിയുമെങ്കിൽ ദൈവത്തിലുള്ളവന് വേണ്ടി ദൈവം ചെയ്തിരിക്കും. ഇതാ വിശ്വാസം, ഇതാണ് സ്നേഹം, ഇതിലാണ് നിങ്ങൾ ബലപ്പെടേണ്ടത്. ഈ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടാൻ വേണ്ടിയുള്ള പ്രത്യാശ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രത്യാശ, ക്രിസ്തു നമ്മളെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. ഈ പ്രത്യാശ ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ ലോകത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലും തകർന്നു പോകത്തില്ല. അവിടെയും നിങ്ങൾ കര കയറി വരും. എന്നിട്ട് ബ്രദറെ, അവർക്ക് എന്താ അങ്ങനെ? എനിക്കറിയത്തില്ല. ഇവർക്ക് എന്താ എങ്ങനെ? എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ പുറകെ അല്ല പോകുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അതേ ഞാൻ നോക്കത്തുള്ളൂ, അതേ നോക്കാവുള്ളൂ കേട്ടോ. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്ന അതേ വിഷയം അവരും പ്രാർത്ഥിച്ചു, അവർക്ക് കിട്ടിയില്ല ബ്രദറെ. ഉടനെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല വിശ്വാസേ, എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ കാര്യം അറിയാം, എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഇതിൽ നിങ്ങൾ ഉറച്ചോണം. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധമാണ്. നിങ്ങളും ദൈവവും തമ്മിലുള്ള വിശ്വാസം സ്നേഹത്താലുള്ള വിശ്വാസമാണ്.
നിങ്ങളും ദൈവമുള്ള പ്രത്യാശ, സ്നേഹത്തിലുള്ള പ്രത്യാശയാണ്. ഇതിൽ നിലനിൽക്കും. ഇത് കർത്താവാണ് നിർത്തുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, അങ്ങയുടെ നാമത്തിലെ പ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലപ്പാ. വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇപ്പോൾ നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മുറിവേറ്റത്. നിങ്ങളെ സൗഖ്യമാക്കേണ്ടതിനാണ് കർത്താവ് അടികൊണ്ടത്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടതിനാണ് കർത്താവ് മുറിവേറ്റതും തകർക്കപ്പെട്ടതും. നിങ്ങളൊരു അത്ഭുതമാകേണ്ടതിന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നില്ലപ്പാ. വലിയ പ്രവൃത്തികളെ കർത്താവ് അങ്ങ് ചെയ്യുന്നില്ലപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലപ്പാ. വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എന്നോട് സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നോട്ട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ എന്ന് കർത്താവ് എന്നെ കാണിക്കുന്നത്. സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് അത്ഭുതമായി തന്നെ പ്രവർത്തിക്കുമെന്ന കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. സുമിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തെ കർത്താവ് വലിയൊരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് തീർക്കാൻ വേണ്ടി പോവാണെന്ന്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ വ്യക്തി ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ കർത്താവ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു മനുഷ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവപ്രവൃത്തിയാൽ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലപ്പ. ഇന്ന് ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ടും ഈ പൗലോസിൻ്റെ ഒരു മകനെ കർത്താവ് ആ കുടുംബത്തിൽ സ്പർശിക്കുകയും ഈ മകനെ ദൈവാത്മാവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുകയും ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചെയ്യുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ ഒരു പഴയ ഈ ട്രങ്ക് പെട്ടി എന്നൊക്കെ പറയുന്നതുപോലെ ഇരുമ്പിൻ്റെ പഴയ ഒരു പെട്ടി ഒരു മുറിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാം. മുറിയുടെ കയറി വരുന്നതിൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു മുറിക്കകത്ത് ഞാൻ ഇന്ന് കാണുന്നത് ഈ പെട്ടിക്കകത്ത് ഒരു കാലത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, കുറേ ഈ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് പോലത്തെ പഴയ കാലത്ത് കുറേ പേപ്പറുകൾ വെച്ചുകൊണ്ടിരുന്നൊരു പെട്ടിയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് അതിൻ്റെ പേപ്പറിൻ്റെ ചില അവശിഷ്ടം എന്നല്ല പറയുന്നത്, അതിൻ്റെ ബാലൻസ് ചില പേപ്പറുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമല്ല. അതേപോലെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്, ചില പേപ്പറുകൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു അടയാളമാണ് കർത്താവ് എന്നെ കാണിച്ചത്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പെട്ടിയെടുത്ത് സ്ഥാനമാറ്റം ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുന്നു. ഇത് ദൈവം കാണിക്കുന്നത് പെട്ടിയുമായിട്ട് ബന്ധമുണ്ടോ, പെട്ടി പ്രശ്നമാണെന്നല്ല.
ഈ കുടുംബത്തിൽ ആ വ്യക്തിയെ കർത്താവ് ഒന്ന് ഫോക്കസ് ചെയ്യുവാണ്. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുന്ന ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഒരു ഡോക്യുമെൻറ്റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ആ കുടുംബത്തിൽ ചെയ്യുവാൻ വേണ്ടി പോവാണ്. അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ആ കുടുംബത്തെ കർത്താവ് തുടർന്നായിട്ടൊരു വാക്ക് പറയുകയാണ്. ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഏറ്റെടുത്തു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവ് എന്നെ കാണിച്ചേക്കുന്നത് ഒരു കണ്ണുനീരിൻ്റെ മറുപടിയെ ദൈവം അവിടെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവ് വായിക്കുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്ന ഒരു അടയാളമായിട്ട് ഞാൻ ആ വീടിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ടീപ്പോ, അതായത് ഒരു ടീപ്പോ ഇട്ടേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിൻ്റെ സ്ഥാനം നടുക്കായിട്ടല്ല, ഒരു വീടിൻ്റെ കയറി വരുമ്പോൾ തന്നെ ഡോറിൻ്റെ വലതുവശത്തായിട്ട് ചേർത്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഗ്ലാസിൻ്റെ ഒരു ടീപ്പോയാണ്, സൈഡിലായിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഞാൻ ആ വീടിനെ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ച ആ വീടിൻ്റെ ആൺതലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ പോലെ ഒരു പോസ്റ്റിൽ ഒരു ബ്ലെസ്സിങ്ങിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണം. ഇന്ന് ആ തലമുറയുടെ മേലേക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞോ. അത് എന്റെ വീട്ടിലെ പാസ്റ്റർ, ഞാൻ ഗ്ലാസിന്റെ ഒരു ടീപ്പോ ഞാൻ ചുമരിന്റെ സൈഡിലേക്ക് നീക്കിയിട്ടേക്കാണ്. ഇപ്പം ഈ പറഞ്ഞ അടയാളം കേട്ടായിരുന്നോ? അതെ, കേട്ട്. ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ ആൺതലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഡർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഓർഡർ കർത്താവിൻ്റെ കൃപയാൽ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല, പക്ഷേ അത് മറികടന്ന് നിങ്ങളുടെ കരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കാർത്തിക എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുക. അത് വ്യക്തിയുടെ ആണോ അതോ വീടിൻ്റെ ഒരു ഇതാണെന്ന് അറിയത്തില്ല. കാർത്തിക എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ തടസ്സങ്ങൾ ഇന്നവിടെ നീങ്ങിപ്പോട്ടെ. തടസ്സമായി നിൽക്കുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ ചെയ്യുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അങ്ങയുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് കേട്ടതുപോലെ തന്നെ ആ സ്നേഹത്താൽ വ്യാപരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതിലാണ് നിങ്ങൾ നിലനിൽക്കേണ്ടത്. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ പറയാനല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത്, പറയാനല്ലാത്തവരെല്ലാം മ്യൂട്ട് ചെയ്തോണം. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തോണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വിളിപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഞാനൊരു കുടുംബത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ പശുവിൻ്റെ പഴയ കാലത്ത് തൊഴുത്തുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു തൊഴുത്തെന്ന് പറഞ്ഞാൽ സാധാരണ തൊഴുത്തല്ല, ഒരു വീടിൻ്റെ അടുക്കളയുടെ സൈഡ് വശത്തായിട്ട് തൊഴുത്തുണ്ടായിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യിൽ നിന്ന് വിറ്റുപോയി. ആ സ്ഥലം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വിറ്റുപോയി. പക്ഷെ പലപ്പോഴും അത് ഓർത്ത് വലിയൊരു ഭാരം മനസ്സിലുണ്ട്, ആ ഒരു സ്ഥലത്തെ ഓർത്തൊരു ഭാരം. പക്ഷേ ഈ ദിവസം എനിക്കറിയത്തില്ല, കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്നൊരു ദൈവമുണ്ട്. ആ ഒരു സ്ഥലത്തിൽ തന്നെ വീണ്ടും കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പറയാൻ വേണ്ടി പറഞ്ഞോ. എന്റെ കുടുംബത്തിന്റെ ഓഹരിയായിരുന്നു വസ്തു. അത് എന്റെ കൈ കിട്ടേണ്ടിരുന്നായിരുന്നു. അപ്പോഴവര് വേറെ അന്യ ആളുകൾക്ക് വിറ്റത്. അതോർത്ത് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്, സത്യം പറഞ്ഞ. ഈ പറഞ്ഞ സിസ്റ്ററുടെ വീടിന്റെ അടയാളമാണോ? അതെ. സിസ്റ്റർ ഏറ്റെടുത്തോ കർത്താവ്? കുടുംബത്തിന്റെ ആയിരുന്നു, അപ്പൊ വേറെ വിറ്റു.
സ്തോത്രം അത് സ്വാമി. Receive. ഞാൻ പറഞ്ഞില്ല, എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഇപ്പം പറഞ്ഞ അടയാളം കാണിച്ചിട്ട് പറയണത് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇറങ്ങുക, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞപ്പം തലപുകഞ്ഞ് ആലോചിച്ചാലും അബ്രഹാമിന് ചിന്തിക്കാൻ പറ്റത്തില്ല. നിനക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞാൽ ഒട്ടും ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ തല പുകഞ്ഞ് നമ്മൾ ആലോചിക്കേണ്ട, ദൈവത്തിന് അത് കഴിയും. ബുദ്ധിക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് അറിയണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവി, കർത്താവ് അങ്ങയുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഇന്ന് ഞാനൊരു അനിലെന്ന് പറയുന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുവാണ്. 2 പെൺമക്കളുള്ള അനിലെന്ന് പറയുന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുവാണ്. 2 പെൺമക്കളുണ്ട് അനിലിന്. ആ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് ഒരു കാഴ്ച എന്നെ കാണിക്കുകയാണ്. അനിലിൻ്റെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. ഈ 2 പെൺമക്കളെയും കർത്താവിൻ്റെ വലിയൊരു വളർച്ചയിലേക്ക് ദൈവത്താൽ ഒരു വളർച്ചയിലേക്ക് ദൈവം അവർ കൊണ്ടുപോകും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ മഹത്വം കർത്താവ് ഇന്ന് അവിടെ റിലീസ് ചെയ്യുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ അതിരുകൾ വിസ്താരമാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഋഷി എന്ന് പറയുന്ന ഒരു മകൻ്റെ പേര് കാണിച്ചിട്ട് പറഞ്ഞു, ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ഋഷിയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ആ വ്യക്തി മുഖാന്തരം, ആ കുഞ്ഞു മുഖാന്തരം കുടുംബത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. എന്നോട് വാക്ക് പറയാണ്, ദേശത്ത് ഇന്ന് തോറ്റുപോയോടത്തൊക്കെയും ദൈവം വലിയൊരു മാന്യത തരാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാനും അനുഭവിക്കുവാനും കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ്. ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എല്ലാവരും ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാ. കർത്താവ് എൻ്റെ വേദന ചുമന്നതാ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാരത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വേദന വിട്ടുമാറുക. കണ്ണുകളിൽ നിന്നും ആന്തരിക അവയവങ്ങൾ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ശരീരത്തിൻ്റെ മേൽ ബലഹീനതകളെ യേശു ക്രൂശിൽ വഹിച്ചതാ. നിങ്ങളുടെ വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചതാ. നിങ്ങളുടെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചതാ. രോഗത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. എല്ലാ വിധമാകുന്ന രോഗത്തെയും, രോഗത്തിൻ്റെ ആത്മാക്കളെയും, എല്ലാ പിശാചിൻ്റെ നുഖത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരത്തില്ല. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, അത്ഭുത സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികൾ ഇപ്പോൾ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിനാൽ ആ കൈ അവിടെ വെക്കുമ്പോൾ തന്നെ വേദനയുള്ള ഭാഗത്തുനിന്ന് നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുതമായി തീരുകയാണ്. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, അത്ഭുത സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പോൾ, അത്ഭുതകരമായി ഇവിടെ നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. നിങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. അത് അത്ഭുത സാക്ഷ്യം ഇന്ന് യൂട്യൂബിലും കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, വലിയ സാക്ഷ്യത്തെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹമായി തീർക്കുന്നല്ലോ, അത്ഭുതമാക്കി തീർക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ചെന്ന് ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ഞാൻ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ എപ്പോഴും പറയരുത്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ പറയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 പ്രയർ റിക്വസ്റ്റും കൂടെ പറയുന്നുണ്ട്.
ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിഷയം എത്ര വലിയ വിഷയമാണെങ്കിലും അത് അത്ഭുതം നടന്നു കഴിഞ്ഞു. എത്ര വലിയ എമർജൻസി ആണെങ്കിലും അത്ഭുതം നടന്നു കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയത്ത് സാക്ഷ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അല്ല ബ്രദറെ, നേരത്തെ പറഞ്ഞില്ലായിരുന്ന ഉം. നേരത്തെ പറഞ്ഞോ. പറഞ്ഞില്ലായിരുന്ന വീട്ടിന്റെ എരുത്തിലുണ്ടായിരുന്ന ഉം. ഹലോ, ഒരു പശുവിനെ കെട്ടുന്ന അത് നമ്മളെ വീടാ വിറ്റ് പോയായിരുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ, ഒരേ ആലോചന ഒരേപോലെ ഉണ്ടെങ്കിൽ എടുത്തു പറയേണ്ട. അത് ഏറ്റെടുത്തോണം. ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് കർത്താവിൻ്റെ നടുവിൽ ആ അനുഗ്രഹത്തെ അങ്ങ് സ്വീകരിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പാസ്റ്ററെ, പറഞ്ഞു. അത് എൻ്റെ അമ്മയ്ക്ക് കൈ, ഞാൻ ഇവിടെ വയനാട്ടിൽ വന്നാണ് കോതമംഗലത്ത് നിന്ന്. അപ്പോൾ ഇവിടെ അമ്മേനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അമ്മേൻ്റെ ഒരു കൈ തീരെയും പൊന്തിക്കാനൊന്നും വയ്യെന്ന്, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സൂം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മേൻ്റെ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെ കൈ പൊന്തിക്കാനൊന്നും പറ്റായിരുന്നു. ഇപ്പോൾ കുറച്ചിങ്ങനെ പൊന്തിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കൈ കുറച്ചുകൂടി പുറകോട്ടൊക്കെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നേരെ തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇല്ല, തിരിക്കാനും പറ്റുന്നില്ല. അമ്മയ്ക്ക് കൈ ഒന്നും എവിടെയും കൈ കൊണ്ട് പിടിക്കാനോ കൈ പൊന്തിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ വ്യത്യാസം വന്നു. അതെ, കുറേ സിസ്റ്റർ കുറേ കുറച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത് പൂർണ്ണ സൗഖ്യം വേണം. പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം. അത് കൈവച്ച് ഇത്രയും വ്യത്യാസം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും അത് വേണം. അത് പൂർണ്ണ വിടുതലാകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് തൊട്ടത് ഇപ്പം വ്യത്യാസം വന്നു. ഇത് പോരാ. വ്യത്യാസത്തിൽ നമ്മൾ തൃപ്തനല്ല. കർത്താവ് അത്ഭുത മന്ത്രിയാണ്ട് പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. അത് പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് ഇപ്പം തന്നെ അത് കാണിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. പറഞ്ഞു സിസ്റ്ററെ. വലിയൊരു അത്ഭുത ദൈവം ചെയ്തത്. കാരണം മോള് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പം കോഴിക്കോട് ഒരു ചർച്ചിന് വേണ്ടി വർക്ക് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, അവൾക്ക് ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് ഫുഡ് പ്രോപ്പറൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് അവൾക്ക് സ്റ്റൊമക്കിലൊക്കെ എപ്പോഴും പെയിൻ ആണ്. അതുപോലെ ടൈഫോയിഡ് വന്നു, ഒരുപാട് പ്രോബ്ലം ആയിരുന്നു. പക്ഷേങ്കില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാൻ വയറ്റിൽ കൈ വെച്ചിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കും. എന്ന് ഞാൻ പറഞ്ഞു, യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് എല്ലാ അവയവങ്ങളും ദൈവം പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ഇടയ്ക്കൊക്കെ ഇവിടെ പേടിയുള്ള കാരണം ഇങ്ങനെ പെയിൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോട്ടെ, ടെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിന് കോഴിക്കോട് തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ടെസ്റ്റും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പാൻക്രിയാസിന് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഇല്ല, പാൻക്രിയാസ് പുതിയതാണ്, അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ആ ഇൻഫെക്ഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവർ അഡ്മിറ്റ് ചെയ്തിട്ട് CT സ്കാന് ഇന്നലെ വരെ 2 CT എല്ലാ ടെസ്റ്റും ചെയ്തു. ഇന്ന് ലാസ്റ്റ് ഡോക്ടർ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഒരു ടെസ്റ്റിലും അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ശരിക്കും ഞാൻ ദൈവത്തിന് അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. പൂർണ്ണമായിട്ടും എല്ലാ അവയവങ്ങളെയും പുതിയതാക്കി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, അനേക രോഗികളുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് യേശുവിന്റെ തിരുമുറി സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം. ബുദ്ധിമുട്ടുണ്ടായിരുന്ന മോൾ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ചിലപ്പം അത് ഇൻഫെക്ഷൻ്റെ ആകാം, പാൻക്രിയാസിൻ്റെ ബുദ്ധിമുട്ടാകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവ് പുതിയ പാൻക്രിയാസ് തന്നെ. അപ്പം നമ്മൾ ചിന്തിക്കും പുതിയ അവയവമൊക്കെ ഉണ്ടായി വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ട്. കർത്താവിന് പുതിയ പാൻക്രിയാസ് വെക്കാനോ, പുതിയ കിഡ്നി വെക്കാനോ, പുതിയ ഹാർട്ട് വെക്കാനോ, പുതിയ ഞരമ്പ് വെക്കാനോ എല്ലാം ദൈവത്തിന് കഴിയും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉപയോഗിക്കണം. സിസ്റ്റർ എന്ത് ചെയ്തു, അത് വിശ്വസിച്ച് പറഞ്ഞു. അവിടെ എന്ത് സംഭവിക്കും, അവിടെ പാൻക്രിയാസ് പുതിയത് വരുമെന്ന് തന്നെ വിശ്വസിച്ചു. അപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ ഫുള്ള് ടെസ്റ്റ് എടുത്തതിന് ശേഷം പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇവിടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നടന്നിരിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുത സാക്ഷ്യം കർത്താവ് ഇനിയും ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, എന്തോ പറഞ്ഞു എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഹലോ ബ്രദറെ,
മോന് ബ്രദർ, ഹലോ ബ്രദർ. പറ ഇന്ന് എന്റെ വലിയൊരു അത്ഭുതം ഉണ്ടായി ബ്രദർ. ദൈവം ഉം. നടത്തി തന്നു. അപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞു തന്ന പിന്നെ യേശുവിന്റെ വചനം ഞാൻ ഉരുവിട്ടോണ്ടേ ഇരുന്നു ബ്രദർ. പക്ഷെ ഇന്നെന്റെ KISF-ല് ഒരു ചിട്ടിക്ക് വേണ്ടി എന്നെ പിന്നെ മാനേജർ കഴിഞ്ഞ മാസമേ വിളിച്ചായിരുന്നു. അപ്പൊ ചിട്ടിക്ക് കൂടാനൊന്നും എന്റെ ഒരു പൈസ ഇല്ല. 50 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. അപ്പൊ ഞാൻ ഇന്നാണ് ചിട്ടി തുടങ്ങുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 മണിക്കായിരുന്നു. അപ്പോഴും ഇന്ന് എന്റെ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ഫോൺ എടുത്ത് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാന്ന്, പിന്നെ ഒന്ന് മാനേജറെ വിളിക്കാന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഫോൺ വിളിച്ചു. മാനേജറെ വിളിച്ചപ്പോഴത്തേക്ക് മാനേജർ പറഞ്ഞ് പിന്നെ ഇന്ന് 5:30ക്കാണ് ചിട്ടി ഇരിക്കണേന്ന് പറഞ്ഞ്. അപ്പോഴേ എന്റെ അടുത്ത് മാനേജർ ചെക്ക് കൊണ്ടുവാ, ചെക്ക് കൊണ്ടുവന്ന് എഴുതിത്താന്ന് പറഞ്ഞ്. അപ്പൊ ഇന്നാണോ മേഡം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി KISF പോയിട്ട് ഞാൻ ചെക്ക് എഴുതി കൊടുത്ത് 5:30 മണിക്ക് ചിട്ടിയിൽ പങ്കുചേർന്ന്. എന്റെ ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ മാഡം തന്നെ പറഞ്ഞ് ചെക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെക്ക് എഴുതി കൊടുത്ത്. എന്നിട്ട് എല്ലാരും പിന്നെ ചിട്ടി ഫസ്റ്റിൽ തന്നെ ലേലത്തിൽ വെച്ചായിരുന്നു. ലേലത്തിൽ വെച്ചിട്ട് പിന്നെ എല്ലാരും മത്സരിച്ച് വിളിച്ചോണ്ടിരിക്കണം. എല്ലാരും വിളിക്കും. എല്ലാരും വിളിക്കണം. എല്ലാരും 5000, 3000, 2000 ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ ആര് വിളിക്കണം അവരെക്കാളും ഞാൻ 1000 രൂപ കൂട്ടും. അത് ആദ്യം 1000, പിന്നെ അത് കഴിഞ്ഞിട്ട് 500 വെച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കൊടുക്കാൻ ലാസ്റ്റില് എല്ലാവർക്കും പിന്നെ വിളിച്ച് 15 ലക്ഷം വരെ വിളിക്കാൻ പറ്റുള്ളൂ, വിളിച്ച് കുറയ്ക്കാൻ പറ്റുള്ളൂ. 15 ലക്ഷം വരെ ഞാൻ വിളിച്ചിട്ട് എന്നിട്ട് കൊടുക്ക ഈ 15 ലക്ഷം രൂപ കുറച്ചെടുക്കാൻ 5-6 പേരുണ്ടായിരുന്നു. ഒരു 10 ആൾക്കാരെങ്കിലും വരുമായിരുന്നു ബ്രദർ. അപ്പൊ അവർക്കൊക്കെ വേണം. അപ്പൊ അതിനെ നറുക്കിലിട്ട് ബ്രദർ. ഞാൻ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും ദൈവമഹത്വത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായും തീർത്തു തരും എന്നിങ്ങനെ വചനം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എന്റെ ആവശ്യങ്ങളൊക്കെയും ദൈവമഹത്വത്തോടെ യേശുക്രിസ്തു മുഖേന പൂർണ്ണമായും തീർത്തു തരും. ഇങ്ങനെ ഞാൻ പതുക്കെ വചനം ഇങ്ങനെ ഉരുവിട്ടിരുന്നു ബ്രദർ. കൊടുക്കാം അവര് ഈ തുകയ്ക്ക് ആവശ്യമുള്ളവര് 15 ആവശ്യമുള്ളവർക്ക് നറുക്കിട്ട് നമ്മളൊരു 10ഓളം പേരുണ്ടായിരുന്നു. അവരെ പേര് നറുക്കിട്ടപ്പോഴത്തേക്ക് എന്റെ പേരാണ് വീണത് ബ്രദർ. തീർച്ചയായിട്ടും ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. പലപ്പോഴും നമുക്കറിയാം ചിട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമുക്ക് തക്ക സമയത്ത് ഇത് ആവശ്യമെന്ന് അറിഞ്ഞ് സിസ്റ്റർ പറഞ്ഞ ഒരു സാധ്യതയില്ല മുമ്പിൽ. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഒരു സാധ്യതയും മുമ്പിലില്ല. പക്ഷേ ആ ആവശ്യം നമുക്ക് വേണമെന്ന് താനും. പക്ഷേ ദൈവത്തിൻ്റെ വചനം സിസ്റ്റർ വിശ്വസിച്ചു, ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സാധ്യതയില്ല. കാര്യം മനുഷ്യൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ അത് ചിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ അത് ആ തക്ക സമയത്ത് തന്നെ കരുത്തിലേക്ക് ആവശ്യങ്ങളുടെ നടുവിൽ അതൊരു അനുഗ്രഹമായി തന്നെ കയ്യിലോട്ട് വരാൻ ഇടയായിത്തീർന്നു. അതിന് ആ വചനം പറയാനിടയായി. അങ്ങനെ വചനം പറഞ്ഞപ്പോൾ തന്നെ ആ വചനത്തിലൂടെ തന്നെ നമുക്ക് അനുകൂലമായി തന്നെ വരാൻ ഇടയായിത്തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞോ പറഞ്ഞോ എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. എന്റെ മോൻ ആദർശിന് വേണ്ടിയാണ്. തിങ്കളാഴ്ച നടന്നതാണേ. ഹലോ ബ്രദറെ, പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ. തിങ്കളാഴ്ച മോന് ഓട്ടോമൊബൈലിന്റെ പരീക്ഷയായിരുന്നു ബ്രദറെ. മദ്രാസ് ഞാൻ ട്രെയിനിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പൊ 3 പ്രാവശ്യം പരീക്ഷ എഴുതി ബ്രദറെ. അത് തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് അജ സിസ്റ്ററെ വിളിച്ചിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അന്ന് ബ്രദർ ഇങ്ങനെ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ആ വചനമായിരുന്നു അന്ന് പറഞ്ഞത്. ഞാൻ അത് മോനോടും പറഞ്ഞു, മോനെ അങ്ങനെ പറയണം, പ്രാർത്ഥിക്കാൻ. ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ബ്രദറെ. അന്ന് ആ തിങ്കളാഴ്ച അവര് കുഞ്ഞിനോട് പറഞ്ഞു, പരീക്ഷ എഴുതണ്ട, നിങ്ങൾ നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കുഞ്ഞ് വിഷമിച്ചു. പിന്നെ ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാനും അജിത സിസ്റ്റർ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ആ എഞ്ചിനീയർ അവര് പറയുക, നിങ്ങൾ കയറിക്കോ, പരീക്ഷ എഴുതണ്ടാന്ന്. ബ്രദറെ, അത് ദൈവം അവരോട് ഇടപെട്ടു ബ്രദറെ. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തര സാലത്തിനും മതിയാ അവിടെ ഇടപെട്ടു. മോൻ അവന് ആ ജോലിയിലേക്ക് കയറി ബ്രദറെ. അതൊരു വലിയൊരു സാക്ഷ്യമാണ്.
തീർച്ചയായിട്ടും ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇന്ന് മോളെ പറഞ്ഞു. പിന്നെ ഇന്ന് മോളെ ബ്രദറെ പട്ടിയാണെങ്കിൽ ഇട്ടു മോള് കോളേജിൽ വന്ന വഴിക്ക് പട്ടി ഓടിച്ചു, കുഞ്ഞിനെ ഓടിച്ചിട്ട് ആ കുഞ്ഞിന് ഭാഗ്യത്തിന് അവളെ കടിച്ചില്ല ബ്രദറെ, അത് അവളെ ഇട്ടിട്ട് ഓടി. അതും വലിയൊരു സാക്ഷിയാ ബ്രദറെ. ഇന്ന് എനിക്ക് 2 സാക്ഷിയുണ്ട് പറയാ. ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്നെ സഹായിച്ചു ബ്രദറെ. രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മകൻ്റെ കാര്യത്തിൽ ഒരു സാധ്യതയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വചനത്തിൻ്റെ ശക്തി ഉപയോഗിക്കുക. രജിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം സകലതും നടക്കും. അതാണ് ഏറ്റവും വലിയത്. ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു യേശു മുഖാന്തരം നടക്കും. ആ വചനം അവിടെ ഉപയോഗിച്ചു. ആ മകൻ്റെ ജോലിക്കാര്യത്തിന് മേൽ നടക്കാൻ ഒരു സാധ്യതയില്ല, അത് പൊക്കോളാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ വിളിച്ചത് കൊടുക്കുവാൻ ഇടയായി തീർന്നു. മകളുടെ വിഷയത്തിൽ നമുക്കൊരു ഒത്തിരി നായ്ക്കൾ കടിച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വാർത്ത കേൾക്കുന്നതാണ്. പല മരണങ്ങൾ പോലും സംഭവിക്കുന്നതാണ് അല്ലേ. നിസാര കാര്യമല്ല അത്. പക്ഷേ ഇന്ന് ദൈവം സൂക്ഷിച്ചു. ദൈവത്തെ വിളിക്കുന്ന തലമുറകളെ, ദൈവത്തിന് വിളിക്കുന്ന കുടുംബത്തിൽ എപ്പോഴും പറയണം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. എപ്പോഴും നിങ്ങൾ എല്ലാവരും പറയണം, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്മേൽ അടുക്കുകയില്ല എന്നെപ്പോഴും പറഞ്ഞോണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ ഒരു കാര്യം കൂടി നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്നലെ മോളുടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞില്ല കോതമംഗലത്ത് നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ മോളുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ മോൾക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഒരു വയറിന് ഒരു വേദനയൊക്കെ ആയിട്ട് ഗ്യാസ് എന്തൊന്നും അറിയില്ല, ഒരു കുഴച്ചും ക്ഷീണമൊക്കെ വന്നിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. മോള് തയ്ക്കാൻ പോയത് കടയിൽ നിന്നാണ് പോയത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ റൂമിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. അപ്പം അവർക്കിഷ്ടമല്ല, അവർ വിശ്വാസത്തിലൊന്നും അല്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് ഞാനങ്ങ് ചെല്ലുന്ന പോലും ഇഷ്ടമല്ല അവർക്ക്. സ്കൂൾ പൂട്ടിയപ്പോൾ ഒക്കെ ഞാനിവിടെ വന്നില്ല. വന്നാൽ മക്കളെ ഇവിടേക്ക് വിട്ടാൽ ഇവിടെ വന്ന് അമ്മ പ്രാർത്ഥിക്കുന്നവർക്ക് മക്കളെ ഇരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് അങ്ങോട്ട് പോകണം തോന്നി. അവിടെ പോയി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ വയറുവേദന വന്നപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് ഞാൻ കൊടുക്കുമ്പോൾ അവൾ വാങ്ങി അത് കുടിക്കാനുള്ള മനസ്സ് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒത്തിരി ഭജനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനത് കൊണ്ടു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം അമ്മയും അവിടുത്തെ മോൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, മക്കളുമുണ്ട്. മക്കളൊക്കെ പറഞ്ഞു അത് അമ്മ മേടിച്ച് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വെള്ളം മേടിച്ച് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വയറിൻ്റെ വേദനയും പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ആ ക്ഷീണമാക്കും, ആ കുഴച്ചിലും ക്ഷീണമൊക്കെ അങ്ങ് മാറി അമ്മയെന്ന് പറഞ്ഞു. പക്ഷെ വെള്ളം ഇത് കുടിച്ചിട്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്താന്നും പറഞ്ഞില്ല. എന്നിട്ട് അങ്ങനെ ഇന്ന് കുറഞ്ഞു. അത് ഇന്ന് ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോഴും പറഞ്ഞു അത് കുറഞ്ഞു എന്ന് പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ ചെയ്യുക. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പകരപ്പെടുന്ന മാർഗ്ഗങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയ ആ മകൾക്ക് വേണ്ടി അത് കൊടുത്തു. അതിനുശേഷം പറയുകയും ഇടയായി തീർന്നു. വേദനകൾ മാറി, ബുദ്ധിമുട്ടുകൾ മാറി, കർത്താവ് അവിടെ പ്രവർത്തിച്ചത് കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ വിശ്വാസത്തെ പകരുവാൻ കഴിയും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളം, എണ്ണ ഇതൊക്കെ വിശ്വാസത്തെ പകരുവാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ കുടിക്കുന്ന വ്യക്തിയിൽ, പാനം ചെയ്യുന്ന വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ അതിന് കഴിയും. അത് ബൈബിളിലുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനൊരു 2000 ട്രാക്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ ഇത് കൊണ്ടു കൊടുക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പാസ്റ്ററെ. തീർച്ചയായിട്ടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവന് ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതായിരുന്നു. ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് അവന് ഈ കത്തിയിലെടുത്തിട്ട് എല്ലാവരും വീട്ടിലുള്ളവരെയും എല്ലാവരെയും അറ്റാക്ക് ചെയ്യും. ഭയങ്കര അതിക്രമ ഇതൊക്കെ ആയിട്ടായിരുന്നു അവന്റെ ക്യാരക്ടർ. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ 2-3 ദിവസം മുമ്പ് തന്നെ അവൻ പറഞ്ഞ് നോർമലായി, നല്ലതായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തു. അവൻ ഇനി ക്ലാസ്സിൽ പോകാൻ എല്ലാം പറഞ്ഞ് എല്ലാം നോർമലായി. ദൈവം ചെയ്ത ആ പ്രവൃത്തിക്ക് വേണ്ടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും. ഇന്ന് ബ്രദർ പ്രാർത്ഥിക്കാൻ കാണിച്ചത് വലിയൊരു കാര്യമാണ്. കാര്യം നമുക്കറിയാം, ഡ്രഗ്സിനൊക്കെ അടിമയായിട്ടുള്ള അങ്ങനെ മനോനില തെറ്റിയ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം നലച്ചു നോക്കി അവൻ്റെ മനോനിലകൾക്ക് യഥാസ്ഥാനപ്പെടുത്തും. അങ്ങനെയെങ്കിൽ അവൻ്റെ മേൽ വ്യാപരിച്ച പിശാചിൻ്റെ ആത്മാവാണ് അവനെ ഇതെല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ദുരാത്മാവ് വിട്ടുപോയപ്പോൾ ബാധ ഒഴിഞ്ഞു എന്ന് ബൈബിളിൽ പറഞ്ഞ പോലെ അവന് മാനസാന്തരം ഉണ്ടായി, മാറ്റമുണ്ടായി. ആ കൊടുത്ത വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പം ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം തയ്യാറായെങ്കിൽ അനേകർക്ക് വേണ്ടി സഹോദരൻ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഇതുപോലെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ, പറഞ്ഞു. ഹലോ ബ്രദർ. പിന്നെ പറഞ്ഞു.
പറഞ്ഞോ. ഉം. പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ ഹലോ, പറഞ്ഞോ സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഷുഗറൊക്കെ ഉള്ള ഒരാളുണ്ട്. അവർക്ക് അവരെ 3 വിരല്, ആ ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നു. 3 വിരല് ഇങ്ങനെ മുറിച്ച് പറഞ്ഞോ സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞോ സിസ്റ്റർ, ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നല്ല സമാധാനം ഉണക്കമൊക്കെ വന്നിക്കല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇനി മേലാല് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞേരം ഓല് വീണ് കാലിൻ്റെ എല്ല് 3 പൊട്ടി. ഇപ്പൊ കിടന്നിടത്തുനിന്നൊന്നും എണീക്കാനൊന്നും പറ്റൂല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? പിന്നെ തൊട്ടിക്ക് തീർച്ചയായിട്ടും ഇനി നമ്മൾ അവർ ഉപദ്രവിച്ചാലും അവർ നിങ്ങളെ തല്ലിയാലും അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരെന്തു പറഞ്ഞാലും, എതിർത്താലും, അവർ നിങ്ങളെ കളിയാക്കിയാലും പരിഹസിച്ചാലും സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളെ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ അവസ്ഥ. നമ്മളെ എതിർക്കുന്നവരാണ് നമുക്ക് നാളെ അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ഇത് മറക്കരുത്. നിങ്ങൾ ഇന്ന് എതിർക്കുന്നവർ നാളെ നിങ്ങളുടെ കൂടെ ആയിരുന്നു. പൗലോസ്ലീഗ സഭയെ മുടിപ്പിച്ച ആളായിരുന്നു. പൗലോസ്ലീഗയെ പറ്റി ബൈബിൾ പറയുന്നു, സഭയെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ്. പക്ഷേ പൗലോസ്ലീഗ പിന്നീട് എതിർത്ത് ആരെയാണോ അവരുടെ ഒപ്പം വരുന്ന ദൈവത്തെ ആരാധിച്ചു. അപ്പം നമ്മളെ എതിർക്കുന്നവർ നാളെ നമ്മുടെ കൂടെ ആരാധിക്കും, അത് ഉറപ്പാണ്. വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെയും പ്രാർത്ഥിക്കണം. അവരുടെ സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി പിന്നെയും പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ നിങ്ങളിലൂടെ വെടിവെക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. ഹലോ ബ്രദർ. പറഞ്ഞോ. ബ്രദർ 2 ദിവസം എനിക്ക് നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആയിരുന്നു ബ്രദർ. പിന്നെ 10-ാം തീയതി മണി എന്ന് പേര് അറിഞ്ഞോണ്ട് ബ്രദർ പറഞ്ഞായിരുന്നു. മണിയുടെ പേരിൽ വേറെ എന്തോ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രദർ ദൈവാലോചന പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞത് എന്തെന്ന് വെച്ചാ ആ മണിയുടെ മണി എന്ന ആ വ്യക്തിയുടെ ഭവനത്തിന്മേൽ സ്വസ്ഥത, സമാധാനം വരുത്തുവാൻ പോകുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. എന്റെ ഹസ്ബൻഡിന്റെ പേര് മണിയൻ എന്നാണ്. ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ശരി ബ്രദർ. ഗോഡ് ബ്ലെസ് യു. ഇന്നലെ ഒരു ആലോചന പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നത്. നിമ്മി എന്ന് പറഞ്ഞ ഒരു മോളെ കാര്യം കർത്താവ് അവളെ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആലോചന പറഞ്ഞിരുന്നു. അതെന്റെ അനുജത്തിയുടെ മകളാണ്. അവളുടെ ഭർത്താവ് കുറച്ച് മദ്യത്തിനെല്ലാം മടിവപ്പെട്ടിട്ടുള്ള കക്ഷിയാണ്. അവർ ഉത്തരവാദിത്തം കുറച്ച് കുറവാണ്. 10 കൊല്ലം കൂടി പിന്നെ ഒരു കുഞ്ഞുണ്ടായതാണ്. ഇപ്പോൾ കൂട്ടിപ്പോയില്ല. അപ്പോൾ ഞാൻ അത് ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി സിസ്റ്റർ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. അതിന്റെ കൂടെ സതീശൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിനെയും ബ്രദർ പറഞ്ഞു. പിന്നെ അത് എൻ്റെ ബ്രദറാണ്. അവനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബപരമായിട്ട്, ഭാര്യയായിട്ടുള്ള അത്ര അടുപ്പത്തിലല്ല, ഗൾഫിലാണ്. പക്ഷേ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതും ഞാൻ ഏറ്റെടുക്കുന്നു. സതീശൻ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളൊന്നും പറഞ്ഞിട്ടില്ല ബ്രദർ. സതീശൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കർത്താവ് തൊടുന്നു എന്നാണ് പറഞ്ഞത്. അതും ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. 11-ാം ഹലോ ബ്രദറെ, പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. 11-ാം തീയതി ഒരു ആലോചന പറഞ്ഞായിരുന്നു, അപർണെ തൊടുന്നെന്ന് പറഞ്ഞ്. അന്നേരം അതിന് 2 മാസത്തിന് മുമ്പേ മോളെ തൊട്ടതായിരുന്നു. നന്മയുടെ വാതിൽ തുറക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിന് BSNL എക്സ്ചേഞ്ച് ജോലി ലഭിച്ച്. പക്ഷെ ശമ്പളം കുറവാണ്, 8,000 രൂപയേ ഉള്ളൂ. അന്നേരം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പിയൻ 4:19 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പൊ ഒരു 11-ാം തീയതി തൊട്ട് മോളെ വീണ്ടും. തീർച്ചയായിട്ടും ശ്രദ്ധ ഏറ്റെടുത്തോളം. ആലോചന കർത്താവ് നിവൃത്തിയാക്കും. അവിടെ നന്മയായിട്ട് കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും കേട്ടോ.
ആമേൻ. പ്രാർത്ഥിച്ചോണം, സ്തോത്രം. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഒരു ടെസ്റ്റ് മണി പറയാനുണ്ട്. മെയിനായിട്ടും 2024 ജൂൺ മാസത്തില് എന്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തില് ഒരു 2 കോടി രൂപ ഒരാൾ തരാനുണ്ടായിരുന്നു. അപ്പൊ ബ്രദറിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുക സമയത്ത് ബ്രദർ എനിക്കൊരു ആലോചന പറഞ്ഞു. സാം എന്ന് പറഞ്ഞ ഒരാള് വരും, ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ആവും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും നാൾക്ക് ശേഷം ഇപ്പോ സാം എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അത് ബ്രദറിനോട് പറയാനായിട്ട്. പിന്നെ ഇന്ന് ആലോചന പറഞ്ഞ 3 വിഷയങ്ങൾ എന്റെ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആണ്. പൗലോസ് എന്ന് പറഞ്ഞ എന്റെ ഫാദറാണ്. മകന്റെ മകൻ എന്ന് പറഞ്ഞ് എന്റെ മകൻ എന്റെ ഒപ്പം ഉണ്ട്. ഞാൻ UK-ലാണ്. അതുപോലെ കാർത്തിക എന്ന് പറഞ്ഞ് കാർത്തിക എന്റെ മദറിന്റെ ആങ്ങളയുടെ മകളാണ്. അതുപോലെ ഗ്ലാസ് ഇട്ട ടീപ്പോയുള്ള വീട് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഓക്കെ, ബ്രദറിന് ഈ പ്രോബ്ലം ഉണ്ടായിരുന്ന എന്നായിരുന്നു? 2024. അപ്പം നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് ഇടപെട്ട് സാം എന്ന് പറഞ്ഞൊരു വ്യക്തി വിഷയത്തിന് മേലെ ഇടപെടാൻ വരുമെന്ന് പറഞ്ഞല്ലേ? അത് വലിയൊരു അത്ഭുതമാട്ടോ ബ്രദറെ. കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതായത് വലിയൊരു സ്ട്രഗിളിനകത്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധ, അതായത് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ വിഷയത്തെ കർത്താവ് മുന്നമേ, ദൈവം എപ്പോഴും ഫ്യൂച്ചറിൽ നിൽക്കുന്ന ദൈവമാണ്. അതായത് ദൈവം ഒരിക്കലും പഴയകാലത്ത് നിൽക്കുന്ന ആളല്ല. ദൈവം നമുക്ക് ഭാവിയിൽ, അതായത് ബ്രദർ അത് വിളിച്ചു പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി അഡ്വക്കേറ്റ് വന്നിട്ടില്ല. ആ സാം എന്ന് പറയുന്നൊരു വ്യക്തി നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലെ ഇടപെടും, ദൈവം അതൊരു അത്ഭുതമാക്കുമെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സാം വന്നിട്ടില്ല. പക്ഷെ അതിന് ശേഷം ഒരു അഡ്വക്കേറ്റ്, സാം എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആ വിഷയത്തിൽ ഇടയാ തീർന്നു പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആളില്ല, അങ്ങനെ ആ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല. അതിനുശേഷം കർത്താവ് ഇടപെട്ടു. അപ്പോൾ ബ്രദറെ അത് സാം എന്ന് പറഞ്ഞ ഫ്രണ്ടേ ഇല്ല, അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമായിട്ട് മാറ്റും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുമ്പിലൊരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോഴുള്ള സിറ്റുവേഷൻ കിടന്ന് തപ്പുന്നതുകൊണ്ടാണ് പലതും കാണുന്നത്. ഞാൻ എല്ലാവരും കൂടെ പറയുവാണ്, ഇനി വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് അറിയാം എവിടെ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, ആരെ തൊടണം. നിങ്ങൾ ഇന്നത്തെ അവസ്ഥ നോക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇന്ന് നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങളെപ്പോഴും നാളെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നോ അത് നോക്കി വേണം. ഇപ്പം അബ്രഹാം ഇറങ്ങി തിരിച്ചു. അബ്രഹാം നോക്കിയത് ഇന്ന് എനിക്ക് കുഞ്ഞില്ല, ഇന്നെനിക്ക് തലമുറയില്ല, പക്ഷെ ഇസഹാക്ക് വരുന്നുണ്ട്. ഇന്നെനിക്ക് ഒന്നുമില്ല, പക്ഷെ നീ ഒരു അനുഗ്രഹമായി തരും. അത് നോക്കിയാണ് അബ്രഹാം ഇറങ്ങിയത്. അതുകൊണ്ട് അതേപോലെ ആയിരിക്കണം എല്ലാവരോടും ഞാൻ പറയാണ്, വിശ്വാസികൾ മുന്നോട്ട് ചലിക്കേണ്ടത്. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അതെ, ഞാൻ ഒരു ആലോചന പറഞ്ഞു. ഒരു കുട്ടായിയുടെ ഒരു സഹോദരനെയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് സ്ഥലത്തെ കുരുക്കിട്ട് വെച്ചേക്കുക. അപ്പൊ ആ കുരുക്ക് ദൈവം അഴിച്ചെന്ന് പറഞ്ഞു. അത് മരുമകളുടെ ആങ്ങളെയും കൂടി അത് ചെയ്തത്. അപ്പൊ ആ സ്ഥലത്തിന്റെ കുരുക്ക് കർത്താവ് അഴിച്ചു തന്നെന്നും പറഞ്ഞു. ഈ കുട്ടായി എന്ന് പറയുന്ന ആരായിരുന്നത്? കുട്ടായി മകന്റെ ഭാര്യയുടെ ആങ്ങള. ഈ പറഞ്ഞ വിഷയം എല്ലാം കുടുംബത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലത്തിന്റെ കെട്ടഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതിൽ ഇടപെട്ടു. അപ്പൊ ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയുന്ന സിസ്റ്റർ മാത്രം പറഞ്ഞാൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സിസ്റ്റർ ഈ വചനം കേട്ടോണ്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് ആ വ്യക്തികളെ ഇടപെട്ടു. ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവരുടെ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തന്നു. അതായത് ഞാൻ അറിയാൻ ഒരു സാധ്യത ഇല്ല ഈ വിഷയം, അല്ലേ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം കർത്താവ് അത് വെളിപ്പെടുത്തിയത്, ദൈവം അതിന്റെ കുരുക്കുകളെ അഴിച്ച് നിങ്ങൾക്കത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകാന്നുള്ള പ്രവചന ആലോചനയാണ് കേട്ടത്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അത് വിശ്വസിച്ച് മുന്നോട്ട് ഈ ദിവസങ്ങളിൽ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. അവിടെ ആ വിഷയം അത്ഭുതമായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് എനിക്കൊരു വിഷയം പറയാനുണ്ടായിരുന്നു. ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഹലോ.
പറഞ്ഞു. ഞാനേ ഒരു 2024 ഒരാലോചന പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബിന്റെ അമ്മ പ്രാർത്ഥിക്കണം. റോബിൻ വിദേശത്ത് ആഫ്രിക്കയിലായിരുന്നു. നവംബറിൽ പരിശുദ്ധാത്മാവ് മകന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ആ വിഷയം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതില് നവംബറിൽ തന്നെ അവൻ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ ദൈവം സഹായിച്ചു. നിന്ന സ്ഥലം ഒരു ഹോസ്പിറ്റലിൽ അവൻ ഓഡിറ്റിംഗ് മാനേജറായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ സാറിനൊക്കെ വളരെ താല്പര്യമായിരുന്നു, പോകാനായിട്ട് പ്രയാസമുണ്ടായി. പക്ഷെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടുകൂടി തന്നെ ആ ഹോസ്പിറ്റലിൽ പ്രസിഡന്റ് മാറിയപ്പോൾ അത് കിട്ടില്ല എന്നുള്ള രീതിയിൽ കേസ് നടക്കുമായിരുന്നു. ഞാൻ ആ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മോനോട് വിളിച്ചു പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ ആ സാറിന് തന്നെ ലഭിച്ചു. ദൈവാത്മാവ് അങ്ങനെയാണ് പറയണേന്ന് പറഞ്ഞു. മകൻ നവംബറിൽ ഭവനത്തിൽ ഇവിടെ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, കേസ് റെഡി, നമുക്ക് അനുകൂലമായി എന്ന് പറഞ്ഞു. പക്ഷെ മകൻ ഡിസംബർ 4 വന്നു. ഡിസംബർ 28 വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെയല്ല പോയ, മറ്റൊരു സ്ഥലത്തേക്കാണ്. ലുംബാഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം പോയത്. കിൻഷാസയിലായിരുന്നു. ഇപ്പൊ നല്ലൊരു സ്ഥലത്താണ്. ശമ്പള വർധനയോട് കൂടി ശമ്പളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതും കൂടി ദൈവം സഹായിച്ചു. ഇത് പറയാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നു. ഞാൻ ഇടയ്ക്ക് മാത്രമാണ് സൂമിൽ കയറാറുള്ളൂ. പക്ഷെ എന്നും ഞാന് വചനം കേട്ട് ശക്തി പ്രാപിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഈ വചനം കേൾക്കുന്നത് പോലെ എനിക്ക് ഒരുപാട് അനുഗ്രഹവും സന്തോഷവും ഉണ്ട്. ഇനിയും ദേവദാസ് എനിക്ക് ആലോചനകൾ നൽകിയിട്ടുണ്ട്. അത് ഇനിയും ദൈവ നിവർത്തിയിലേക്ക് കൊണ്ടുവരുന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യം പറയും. ഇത് എനിക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ആ ഓഫീസിലൊരു വിഷയം നടന്നപ്പം ആ മകനെ ബലപ്പെടുത്തി ആലോചന പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട. അപ്പോൾ അവർക്ക് മുഴുവൻ പ്രതികൂലമായിട്ടാണ് ഇരുന്നത് സാഹചര്യങ്ങൾ. അതിൻ്റെ അകത്ത് രക്ഷപ്പെടാനൊരു ചാൻസും ഇല്ല. പക്ഷേ ആലോചന, അതായത് പ്രവചന ആലോചന കേട്ട് ദൈവം ഇടപെട്ടതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചു. അതിന് ശേഷം കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവം എന്താണോ ആ കുടുംബത്തോടും തലമുറയോടും ഇടപെട്ടത് അതെല്ലാം കാണാൻ കർത്താവ് ഇടയായിത്തീർന്നു. അപ്പം മുന്നോട്ട് ഇനിയും കേട്ടത് നടന്നത് കിടപ്പുണ്ട്, ഇനി നടക്കാൻ പോകുന്നതുണ്ട്. അപ്പോൾ കർത്താവ് അത് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ വചനം, ഈ ദൈവവചനം ഒറ്റയ്ക്കല്ല, ദൈവവചനത്തിൻ്റെ കൂടെ അത്ഭുതങ്ങളും പ്രവചനങ്ങളും ആലോചനകളും അത്ഭുത പ്രവൃത്തികളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, വചനം പറയാനുള്ളതല്ല, വചനം അനുഭവിക്കുവാനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം പ്രസംഗിക്കാനുള്ളതല്ല, വചനം കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുള്ളതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ദൈവപ്രവർത്തികൾ ഇനിയും നടക്കും. ഒത്തിരി ദൈവപ്രവർത്തികൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചെയ്യുന്ന പ്രവർത്തികൾക്കായി നന്ദി. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. സമയം ഇച്ചിരി മുന്നോട്ട് പോയി ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ബ്രദറെ. ഇന്ന് വൈകിട്ടെ ബ്രദറെ, ഞാൻ 3 പേർക്ക് കുറച്ച് പൈസയും സ്വർണവും പണയവും എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു ബ്രദറെ. അപ്പം എനിക്ക് പൈസ അറിയാത്തത് കൊണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭാരപ്പെട്ട് ഞാൻ വളരെ ദുഃഖത്തിലിരുന്നപ്പോൾ ഞാൻ ബ്രദറിനെ കോള് ചെയ്ത് ബ്രദർ എടുത്തില്ല. വാട്സപ്പ് കോൾ ചെയ്തപ്പം ബ്രദറിനെ എടുക്കാൻ പറ്റി കാണില്ല ബ്രദറെ. ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഈ സമയം വരെയും എന്നെ ആരും വിളിച്ചതുമില്ല, അനാവശ്യങ്ങളൊന്നും പറഞ്ഞില്ല ബ്രദറെ. എനിക്ക് അതിൽ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടി. നാളെയും അതുപോലെ ആയി തീരണം ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, നാളെ ഇങ്ങനെ മുതൽ പറഞ്ഞു, കർത്താവ് ഇന്ന് കിട്ടിയ സമാധാനം നാളെ ഞാൻ അത്ഭുതം കാണും. നാളെ കർത്താവ് എനിക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പറഞ്ഞോണം, ഞാൻ അത്ഭുതം കാണും. ഇന്ന് എനിക്കൊരു സമാധാനം കിട്ടിയ നാളെ ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞോണം. ദൈവം വഴി തുറക്കും, ദൈവം സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഇന്ന് അനിലെന്ന് പറഞ്ഞത് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മരുമോനാണ്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. ഞാൻ ഇന്നലെ അവരെ ഓർത്ത് പ്രത്യേകമായും പ്രാർത്ഥിച്ചായിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ 8-ാം തീയതി തെക്കേടത്തിലെന്ന് പറഞ്ഞൊരു വീട്ടുപേര് പറഞ്ഞു, അത് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ച അടുത്ത സ്ഥലപ്പേരാണത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ആലോചന പറഞ്ഞ് എൻ്റെ മോന് 4-5 മാസമായിട്ട് ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ മോനെ തൊടുന്നുള്ളത്. ആ മകന് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് കയറി. ദൈവത്തിന് മഹത്വം.
നന്ദി കർത്താവ്, അങ്ങ് ഇടപെട്ട ആലോചനകൾക്കും അതിൻ്റെ നിവൃത്തിക്ക് ഒരു ജോലി ലഭിക്കും ദൈവം തുറന്ന ആ പ്രവചനത്തിലൂടെ ദൈവം തുടർന്ന് നന്മയ്ക്ക് നന്ദി പറയുന്നു. ദൈവം ചെയ്ത കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തികൾക്ക് നന്ദി, ഇടപെട്ട ആലോചനയ്ക്ക് നന്ദി പറയുന്നു. മുന്നോട്ടും പ്രാർത്ഥനയോടെ തന്നെ പോവുക. കർത്താവ് ഇനിയും പ്രവർത്തിക്കും. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് നാളെ വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണാം. അപ്പോൾ ഇന്ന് കേട്ട വചനം മറക്കരുത്, ഇന്ന് കേട്ട ആലോചന മറക്കരുത്. പിന്നെ ഫെബ്രുവരി നടക്കാൻ പോകുന്ന പ്രാർത്ഥന ഒട്ടും മറക്കരുത്. ഇനി നമുക്ക് വലിയ സമയങ്ങളില്ല, ഇനി കൂടിപ്പോയ 1 മാസം കഷ്ടിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രതീക്ഷയോടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക, അനേകരെ കൂട്ടിക്കൊണ്ട് വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് ദൈവപ്രവർത്തികളെ കാണാം. നേരിട്ട് നമുക്ക് കർത്താവിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ സൗഖ്യങ്ങളും ഒക്കെ കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ ഇടയാകും. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. ഇന്നു മുതൽ എല്ലാ ദിവസവും നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. എന്ന് കേട്ട വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം തന്നൊരു സ്നേഹത്തിലുള്ള വിശ്വാസം കൊണ്ട് അത് നിറയ്ക്കും. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞാട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നന്മ കൊണ്ട് നിറയും. കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയാണോ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നത് അവിടെയൊക്കെയും ഈ വിധ മുളച്ച് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് നിങ്ങളെ തീർക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ സമയത്ത് എല്ലാവരും വിശ്വാസ പ്രഖ്യാപനം